വെൽക്കം ഫോക്സ്. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ സെഷൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് PDRA മാട്രിക്സ് അല്ലെങ്കിൽ പ്രീമിയം വേഴ്സസ് ഡിസ്കൗണ്ട് മാട്രിക്സ് ആണ്. ഇതിന് മുന്നേ നമ്മൾ പഠിച്ചിട്ടുള്ള ഒട്ടുമിക്ക ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള PDRAs എല്ലാം തന്നെ ഒരുമിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു സെഷൻ തന്നെയായിരിക്കും ഇത്. ഒരുമിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കൊണ്ട് തന്നെ എല്ലാം എങ്ങനെ മറ്റൊന്നുമായിട്ട് വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു എന്ന് വളരെ ഈസി ആയിട്ട് തന്നെ മനസ്സിലാവും. അതുകൊണ്ട് തന്നെ ഓൾറെഡി ഈ കോൺസെപ്റ്റ്സ് എല്ലാം അറിയുന്ന ഒരാൾക്ക് ഇതൊരു റിവിഷൻ പാർട്ടായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. വെൽക്കം ടു T4T. അങ്ങനെ നമ്മൾ എന്താണ് PDRA മാട്രിക്സ് അല്ലെങ്കിൽ പ്രീമിയം വേഴ്സസ് ഡിസ്കൗണ്ട് മാട്രിക്സ് എന്ന് പറയുന്നതിന് മുന്നേ നിങ്ങൾ ഈ ഒരു ഇമേജ് നോക്കുക. ഇവിടെ നമുക്ക് എന്താണ്, ദർ ഈസ് എ സ്വിംഗ് ലോ ഫോർമേഷൻ, അതുപോലെ നമുക്ക് ഇവിടെ ഒരു സ്വിംഗ് ഹൈ ഫോർമേഷൻ കിട്ടിയിട്ടുണ്ട്. എന്താണ് ഒരു സ്വിംഗ് ഹൈ അല്ലെങ്കിൽ ഒരു സ്വിംഗ് ലോ, അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു സ്വിംഗ് ലോ ഫോർമേഷൻ സംഭവിക്കുന്നത് അല്ലെങ്കിൽ ഒരു സ്വിംഗ് ഹൈ ഫോർമേഷൻ സംഭവിക്കുന്നത് എന്നൊക്കെ നമ്മൾ പ്രീവിയസ് ക്ലാസ്സുകളിലായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫോർമേഷൻ്റെ ബ്ലൂ പ്രിൻറ്റ് നമ്മൾ ഇവിടേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു സ്വിംഗ് ലോ ഫോർമേഷൻ കിട്ടി. പറഞ്ഞതുപോലെ തന്നെ നമുക്കൊരു ഡീലിംഗ് റേഞ്ച് ലോ കിട്ടി. അതുപോലെ തന്നെ എന്താണ്, നമുക്കിവിടെ ഒരു സ്വിംഗ് ഹൈ കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു ഡീലിംഗ് റേഞ്ച് ഹൈ കിട്ടിയിട്ടുണ്ട്. ഒരു സ്വിംഗ് ഹൈയും സ്വിംഗ് ലോയുടെയും ആ ഒരു ഏരിയനെയാണ്, അല്ലെങ്കിൽ അത് രണ്ടും എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ട് നമ്മളൊരു ലൈൻ വരയ്ക്കുകയാണെങ്കിൽ അതിനുള്ളിലുള്ള ആ ഏരിയനെയാണ് നമ്മൾ ഡീലിംഗ് റേഞ്ച് എന്ന് പറയുന്നത്. ഡീലിംഗ് റേഞ്ച് എന്ന് പറഞ്ഞാൽ വീക്ക്ലി ഡീലിംഗ് റേഞ്ച് ഉണ്ട്, അല്ലെങ്കിൽ ഡെയിലി ഡീലിംഗ് റേഞ്ച് ഉണ്ട്, അല്ലെങ്കിൽ 1 hour അല്ലെങ്കിൽ 15 minute ഡീലിംഗ് റേഞ്ചസ് ഉണ്ട്. ഓക്കെ, അങ്ങനെ നമുക്ക് ഓരോ ടൈം ഫ്രെയിംസിലും ഡീലിംഗ് റേഞ്ചസ് കാണാം. എപ്പോഴും ഹയർ ടൈം ഫ്രെയിംസിലെ ഡീലിംഗ് റേഞ്ച് ആയിരിക്കും കൂടുതൽ എഫക്റ്റീവ് എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ ഏതൊരു ഡീലിംഗ് റേഞ്ച് കിട്ടിക്കഴിഞ്ഞാൽ, ഓക്കെ, ഒരു ഡീലിംഗ് റേഞ്ച് കിട്ടുന്ന എപ്പോഴും എങ്ങനെയാണ്, ഒരു സ്വിംഗ് ലോയും ഒരു സ്വിംഗ് ഹൈയും നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ ഏരിയനെ നമ്മളൊരു ഡീലിംഗ് റേഞ്ച് ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യും. ഇങ്ങനെ നമ്മൾക്കൊരു ഡീലിംഗ് റേഞ്ച് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതിലൊരു ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യണം. ഓക്കെ, അതിനായിട്ട് നമ്മൾ ഫിബ് ടൂൾ എടുക്കുന്നു. സ്വിംഗ് ലോ ടു സ്വിംഗ് ഹൈ നമ്മൾ പ്ലോട്ട് ചെയ്യുന്നു. അതായത് ഫിബ് ടൂൾ എന്ന് പറയുന്നത് ഫിബോനാച്ചി റീട്രേസ്മെൻറ്റ് ടൂൾ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് എങ്ങനെയാണ് 3 പാർട്ടാക്കുന്നു: 0, 0.5, അതുപോലെ 1. ഓക്കെ, ഇതാണ് ആ ഒരു ടൂളിൻ്റെ സെറ്റിങ്സ് എന്ന് പറയുന്നത്, എല്ലാവർക്കും അറിയാം. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ നമുക്കൊരു സ്വിംഗ് ലോ കിട്ടി, സ്വിംഗ് ഹൈ കിട്ടി. ഇതിനെ തന്നെ ഒരു ബ്ലൂ പ്രിൻറ്റ് നമ്മൾ ഇവിടേക്ക് നോക്കുകയാണെങ്കിൽ സ്വിംഗ് ലോ, സ്വിംഗ് ഹൈ കിട്ടിക്കഴിഞ്ഞു. ഡീലിംഗ് റേഞ്ച് ഹൈ, ഡീലിംഗ് റേഞ്ച് ലോ കിട്ടി. നമ്മളത് ഇത് ഫിബ് പ്ലോട്ട് ചെയ്യുന്നു. അതായത് 0 നമ്മൾ സ്വിംഗ് ലോയിൽ നിന്ന് സ്വിംഗ് ഹൈയിലേക്ക് ഫിബ് പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഏരിയയുടെ, അതായത് ഈ ഒരു ഡിസ്പ്ലേസ്മെൻറ്റിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു ഏരിയയുടെ 50%നെയാണ് നമ്മൾ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ഓക്കെ, ഇക്വിലിബ്രിയം അല്ലെങ്കിൽ ഈ ഒരു ഏരിയയുടെ 50%നെയാണ് നമ്മൾ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ഓക്കെ, ഇക്വിലിബ്രിയത്തിൽ നിന്ന് മുകളിലേക്ക് സ്വിംഗ് ഹൈ വരെയുള്ള ഈ ഒരു ഏരിയനെ നമ്മൾ പറയുന്നത് പ്രീമിയം എന്നും, ഇക്വിലിബ്രിയത്തിൽ നിന്ന് നമ്മൾ സ്വിംഗ് ലോ വരെയുള്ള ഒരു ഏരിയനെ നമ്മൾ ഡിസ്കൗണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, പ്രീമിയം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, അവിടെ പ്രൈസ് എപ്പോഴും എക്സ്പെൻസീവ് ആയിരിക്കും. ഓക്കെ, പ്രൈസ് എപ്പോഴും എക്സ്പെൻസീവ് ആയിരിക്കും. ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോൾ അവിടുത്തെ പ്രൈസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഡിസ്കൗണ്ടഡ് പ്രൈസ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ചീപ്പ് പ്രൈസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആസ് പെർ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് തിയറി പ്രകാരം, അല്ലെങ്കിൽ പ്രീമിയം വേഴ്സസ് ഡിസ്കൗണ്ട് തിയറി പ്രകാരം നമ്മളുടെ ആക്ഷൻ എപ്പോഴും എങ്ങനെയായിരിക്കണം വരേണ്ടത്, പ്രീമിയത്തിലാവുമ്പോൾ പ്രൈസ് എപ്പോഴും എക്സ്പെൻസീവ് ആയിരിക്കും, അതുകൊണ്ട് അവിടെ പ്രോബബിലിറ്റി എപ്പോഴും സെല്ലിങ്ങിനായിരിക്കും. അതുപോലെ പ്രൈസ് എപ്പോഴും ഡിസ്കൗണ്ടിലാണെങ്കിൽ അവിടെ അല്ലെങ്കിൽ പ്രൈസ് ഇപ്പോൾ ഡിസ്കൗണ്ടിലാണെങ്കിൽ അവിടെ എപ്പോഴും ഒരു ചീപ്പ് പ്രൈസ് ആയിരിക്കും. നമ്മളുടെ ആക്ഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഹയർ പ്രോബബിലിറ്റി അറിയുന്നത് ബൈയിങ്ങിനായിരിക്കും. ഓക്കെ, അപ്പോൾ PDRA മാട്രിക്സ് എന്ന് പറയുന്നത് പ്രീമിയം വേഴ്സസ് ഡിസ്കൗണ്ട് മാട്രിക്സ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ് ഇനി PDRA മാട്രിക്സിൻ്റെ ഡെഫിനിഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ്, PDRA matrix is an arrangement of ICT tools or level in premium and discount. അതായത് പ്രീമിയം ആൻഡ് ഡിസ്കൗണ്ട് ഏരിയയിൽ വരുന്ന ICT ടൂൾസിൻ്റെ അറേഞ്ച്മെൻറ്റിനെയാണ് നമ്മൾ PDRA മാട്രിക്സ് എന്ന് പറയുന്നത്. അതായത് നമുക്കെന്താണ്, നമ്മൾ പറയുന്ന എന്തായാലും നമ്മൾ ഇനി പഠിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ പഠിച്ച് കഴിഞ്ഞ ഓരോ PDRAസും ഓക്കെ ഈ ഓരോ ഏരിയകളിലായിട്ടും ഉണ്ടാവും. അതായത് ഇപ്പം നമ്മൾ ഇവിടെ നോക്കുകയാണെങ്കിൽ എന്താണ്, ഇതെന്ന് പറയുന്നത് ഒരു ഡിസ്കൗണ്ട് ഏരിയ ആണ്. ഈ ഡിസ്കൗണ്ട് ഏരിയയിൽ നമുക്ക് PDRAs കാണാം. ഈ ഒരു ഏരിയയിൽ നോക്കുകയാണെങ്കിൽ എന്താണ്, പ്രീമിയം ഏരിയ ആണ്. പ്രീമിയം ഏരിയയിലും നമുക്ക് PDRAs കാണാം. ഓക്കെ, അപ്പോൾ ഒരു ബുള്ളിഷ് ആയിട്ടുള്ള PDRAs എപ്പോഴും ഇവിടെ വരുന്നതാണ് പ്രോബബിലിറ്റി കൂടുതൽ, ഡിസ്കൗണ്ടിൽ വരുന്നതാണ് പ്രോബബിലിറ്റി കൂടുതൽ. ഓക്കെ, ഒരു ബുള്ളിഷ് PDRA പ്രീമിയത്തിൽ വരുമ്പോൾ എപ്പോഴും എങ്ങനെയായിരിക്കും, അവിടെ പ്രോബബിലിറ്റി വളരെ കുറവായിരിക്കും.
ഓക്കെ. ഒരു ഒരു ബെയറിഷ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ബെയറിഷ് പി ഡി ആർ എ നമുക്ക് എപ്പോഴും പ്രോബബിലിറ്റി പ്രകാരം ഇവിടെ വരണം, നമുക്ക് പ്രീമിയത്തിൽ വരണം. ഓക്കെ, ബെയറിഷ് പി ഡി ആർ എ നമുക്ക് എപ്പോഴും ഡിസ്കൗണ്ടിൽ വരികയാണെങ്കിൽ അവിടെ പ്രോബബിലിറ്റി വളരെ കുറവായിരിക്കും. അങ്ങനെ നെക്സ്റ്റ് നമ്മൾ ഈ ഒരു ഇമേജിൽ കാണുന്നത് പ്രൈസിന്റെ ഒരു ഡൗൺ ട്രെൻഡ് മൂവ് ആണ്. ഓക്കെ, അപ്പം നമ്മളിവിടെ നേരത്തെ പറഞ്ഞ ആ സ്വിങ് ഹൈ സ്വിങ് ലോ ഫോർമേഷൻ നമുക്ക് ഇവിടെ മാർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ ഒരു സ്വിങ് ഹൈ കിട്ടിയിട്ടുണ്ട്. അതുപോലെ നമുക്ക് എന്താണ് താഴെ ഒരു സ്വിങ് ലോ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ സ്വിങ് ഹൈയും സ്വിങ് ലോയും കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ സ്വിങ് ഹൈയും സ്വിങ് ലോയും നമ്മൾ മാർക്ക് ചെയ്ത് വെക്കുന്നു. ഓക്കെ, സ്വിങ് ഹൈ എന്ന് പറയുന്നത് ഡീലിംഗ് റേഞ്ച് ഹൈയും സ്വിങ് ലോ എന്ന് പറയുന്നത് ഡീലിംഗ് റേഞ്ച് ലോയാണ്. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്വിങ് ഹൈയിൽ നിന്ന് സ്വിങ് ലോയിലേക്ക് ഒരു ഫിബ് പ്ലോട്ട് ചെയ്താൽ നമ്മൾ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് ഐഡന്റിഫൈ ചെയ്യണം. ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് പ്രീമിയം വേഴ്സസ് ഡിസ്കൗണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ സ്വിങ് ഹൈ ടു സ്വിങ് ലോ എന്ന് പറയുന്ന ആ ഒരു ഏരിയനെ നമ്മൾ പ്രീമിയം വേഴ്സസ് ഡിസ്കൗണ്ട് നോക്കുകയാണെങ്കിൽ നടുക്ക് തന്നെ നമുക്ക് എന്താണ് ഒരു ഇക്വിലിബ്രിയം ലെവൽ വരും. അതിന് മുകളിൽ എപ്പോഴും പ്രീമിയവും താഴെ ഡിസ്കൗണ്ടുമായിരിക്കും. ആ നമ്മളുടെ സെൻട്രൽ ലൈൻ എന്ന് പറയുന്നത് ഇക്വിലിബ്രിയം ആയിരിക്കും. ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ് പ്രൈസ് സ്വിങ് ഹൈ ടു സ്വിങ് ലോ വന്ന് പ്രൈസ് നെക്സ്റ്റ് മൂവ് എവിടേക്കാണ് പോയിട്ടുള്ളത്, പ്രീമിയത്തിലേക്കാണ് പ്രൈസ് പോയിട്ടുള്ളത്. അതിനുശേഷം എഗെയിൻ പ്രൈസ് എന്ത് ചെയ്യുന്നു, താഴേക്ക് ആ ഒരു ഡൗൺ ഡിസ്പ്ലേസ്മെന്റ് മൂവ് സംഭവിച്ച സമയത്ത് നമുക്ക് എഗെയിൻ നമുക്കിവിടെ ഒരു സ്വിങ് ഹൈ ഫോർമേഷൻ കിട്ടി. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്തു, അഗെയിൻ നമുക്കിവിടെ ഒരു സ്വിങ് ലോ ഫോർമേഷനും കിട്ടി. ഓക്കെ, സ്വിങ് ഹൈ കിട്ടിക്കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ പറഞ്ഞ പോലെ സ്വിങ് ഹൈ എന്ന് പറയുന്നത് ഒരു ഡീലിംഗ് റേഞ്ച് ഹൈ ആണ്, അതുപോലെ സ്വിങ് ലോ എന്ന് പറയുന്നതും ഒരു ഡീലിംഗ് റേഞ്ച് ലോ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡീലിംഗ് റേഞ്ച് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് നമ്മൾ പ്രീമിയം വേഴ്സസ് ഡിസ്കൗണ്ട് രീതിയിൽ തന്നെ പ്ലോട്ട് ചെയ്യുന്നു. അതിനായിട്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ പ്രീമിയം വേഴ്സസ് ഡിസ്കൗണ്ട് ഫിബ് ആയിട്ട് പ്ലോട്ട് ചെയ്യുന്നു. നമുക്ക് എന്ത് ചെയ്യുന്നു, എഗെയിൻ നമുക്ക് എന്ത് കിട്ടി, ഇക്വിലിബ്രിയം പോയിന്റ് കിട്ടി. പ്രൈസ് പ്രീമിയവും താഴെ ഡിസ്കൗണ്ട്. പ്രൈസ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ് പ്രീമിയത്തിലേക്കാണ് വന്നിട്ട് പ്രീമിയത്തിൽ നിന്ന് ഓർഡർ എടുത്തിട്ടാണ് പ്രൈസ് മൂവ് പോയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഒരു ഡൗൺ ട്രെൻഡിൽ എപ്പോഴും എങ്ങനെയായിരിക്കും, പ്രൈസ് സ്വിങ് ഹൈ സ്വിങ് ലോ ക്രിയേറ്റ് ചെയ്യും. അതിനുശേഷം അവിടെ ഒരു ഡീലിംഗ് റേഞ്ച് ക്രിയേറ്റ് ചെയ്യും. ആ ഡീലിംഗ് റേഞ്ചിലെ പ്രീമിയം ഏരിയയിലേക്ക് പ്രൈസ് വന്ന് അവിടെ ഏതാണോ പി ഡി ആർ എ ഉള്ളത്, ഈ പി ഡി ആർ എ മാട്രിക്സ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞതുപോലെ പി ഡി ആർ എസിൻ്റെ ഒരു അല്ലെങ്കിൽ ഐ സി ടിയുടെ ഒരു ടൂൾ ഓഫ് അറേഞ്ച്മെൻ്റ് ആണ്. ആ ടൂൾസിൽ ഏതെങ്കിലും ഒരു ടൂൾ അല്ലെങ്കിൽ ഏതെങ്കിലും കോൺഫ്ലുവൻസ് ഓഫ് ടൂളിൽ മിറ്റിഗേറ്റ് ചെയ്തിട്ടായിരിക്കും താഴേക്ക് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു പിക്ചറിൽ നമ്മൾ നോക്കേണ്ടത് എന്താണ്, നമ്മൾ സെല്ലിംഗ് ആണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ പ്രീമിയത്തിൽ ഏതാണോ പി ഡി ആർ എസ് ഉള്ളത് അതായിരിക്കണം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. അങ്ങനെ നമ്മൾ കഴിഞ്ഞ സ്ലൈഡിൽ പ്രീമിയം വേഴ്സസ് ഡിസ്കൗണ്ട് ബെയറിഷ് രീതിയിൽ നോക്കിയതുപോലെ നമ്മൾ ബുള്ളിഷ് മൂവിൻ്റെ ഒരു ബ്ലൂ പ്രിന്റ് നമുക്ക് ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് കാണുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞതുപോലെ ദർ ഇസ് എ സ്വിങ് ലോ സ്വിങ് ഹൈ, ദർ ഇസ് എ സ്വിങ് ലോ, ദർ ഇസ് എ സ്വിങ് ഹൈ, ദർ ഇസ് എ സ്വിങ് ലോ, ദർ ഇസ് എ സ്വിങ് ഹൈ, ദർ ഇസ് എ സ്വിങ് ലോ, എഗെയിൻ എന്തായിരിക്കും സ്വിങ് ഹൈയുടെ ഫോർമേഷൻ തന്നെയായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ സ്വിങ് ലോ എന്ന് പറയുന്നത് ഡീലിംഗ് റേഞ്ച് ലോ, സ്വിങ് ഹൈ എന്ന് പറയുന്നത് ഡീലിംഗ് റേഞ്ച് ഹൈ. ഓക്കെ, ഡീലിംഗ് റേഞ്ച് ഹൈ കിട്ടിക്കഴിഞ്ഞാൽ ഡീലിംഗ് റേഞ്ച് ലോയും ഡീലിംഗ് റേഞ്ച് ഹൈയും എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ട് നമുക്ക് ഡീലിംഗ് റേഞ്ചസ് കിട്ടും. ഡീലിംഗ് റേഞ്ചസിൽ നമ്മൾ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് പ്ലോട്ട് ചെയ്യുന്ന സമയത്ത് പ്രൈസ് മുകളിൽ പ്രീമിയവും താഴെ ഡിസ്കൗണ്ടും ആയിരിക്കും. ഓക്കെ, അതിനുശേഷം ഈ ഒരു ഇമ്പൾസീവ് മൂവിന് ശേഷം വരുന്ന ഈ ഒരു കറക്റ്റീവ് മൂവ് എന്ന് പറയുന്നത് എവിടേക്കായിരിക്കും വരേണ്ടത്, ശരിക്കും പ്രീമിയത്തിലല്ല ഡിസ്കൗണ്ടിലേക്ക്. ഓക്കെ, ഈ ഡിസ്കൗണ്ടിൽ നിന്നാണ് നെക്സ്റ്റ് ഇമ്പൾസീവ് മൂവ് പോകുന്നത്. ഓക്കെ, അപ്പം ഈ ഡിസ്കൗണ്ടിൽ നിന്ന് ഈ ഒരു റിവേഴ്സൽ സംഭവിക്കുന്നത് എപ്പോഴും എവിടുന്നായിരിക്കും, ഡിസ്കൗണ്ട് ഏരിയയിലുള്ള പി ഡി ആർ എ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ അറേഞ്ച്മെന്റ് ഓഫ് ഐ സി ടി ടൂൾസ് ഉണ്ടാവുമല്ലോ, പലതരം ഐ സി ടി ടൂൾസ്. ഓക്കെ, അവിടെ മിറ്റിഗേറ്റ് ചെയ്തിട്ടായിരിക്കും പ്രൈസ് മുകളിലേക്ക് പോകുന്നത്. അതിനുശേഷം എന്താണ് ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ സ്വിങ് ഹൈ ഫോർമേഷൻ കിട്ടി, സ്വിങ് ലോ ഫോർമേഷൻ കിട്ടി, സ്വിങ് ഹൈ ഫോർമേഷൻ കിട്ടി. ഓക്കെ, നമ്മളുടെ ഡീലിംഗ് റേഞ്ച് ലോ എന്ന് പറയുന്നത് റൈറ്റ് ഹിയർ, ഡീലിംഗ് റേഞ്ച് ഹൈ എന്ന് പറയുന്നത് റൈറ്റ് ഹിയർ. ഓക്കെ, ഡീലിംഗ് റേഞ്ച് ലോ, ഡീലിംഗ് റേഞ്ച് ഹൈ. നമ്മൾ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് നോക്കിയാൽ അതായത് സ്വിങ് ലോ ടു സ്വിങ് ഹൈ നമ്മൾ ഫിബ് വെച്ച് കഴിഞ്ഞാൽ ഇക്വിലിബ്രിയം ലെവലിന് താഴെ ഡിസ്കൗണ്ട്. ഓക്കെ, ഇക്വിലിബ്രിയത്തിൻ്റെ മുകളിലായിട്ട് പ്രീമിയം. ഓക്കെ, പ്രൈസ് നെക്സ്റ്റ് ഒരു കറക്റ്റീവ് മൂവ് എന്ന് പറയുന്നത് ഡിസ്കൗണ്ടിലേക്കാണ്. ഓക്കെ, അവിടെ നിന്ന് എന്ത് ചെയ്യുന്നു, പ്രൈസ് മുകളിലേക്ക് എന്ത് ചെയ്യുന്നു, പോകുന്നു, സ്വിങ് ലോ ടു സ്വിങ് ഹൈ. ഓക്കെ, സ്വിങ് ലോ ഡീലിംഗ് റേഞ്ച് ലോ, സ്വിങ് ഹൈ ഡീലിംഗ് റേഞ്ച് ഹൈ. ഓക്കെ, അതിനുശേഷം എന്ത് ചെയ്യുന്നു, പ്രൈസ് എഗെയിൻ ഡിസ്കൗണ്ടിലേക്ക് വരുന്നു. ഡിസ്കൗണ്ടിൽ ഏതാണോ പി ഡി ആർ ഉള്ളത് അത് മിറ്റിഗേറ്റ് ചെയ്തിട്ടായിരിക്കും പ്രൈസ് മുകളിലേക്ക് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് സ്ലൈഡിലായിട്ട് എന്താണ് നമ്മൾ സിംപ്ലി ബുള്ളിഷ് മൂവിലും ബെയറിഷ് മൂവിലും പ്രൈസ് ഏത് ഏരിയയിലേക്ക് മിറ്റിഗേറ്റ് ചെയ്യാനാണ് വരുന്നതെന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനി നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ
ഓക്കെ, പ്രീമിയം വാസ് ഡിസ്കൗണ്ട് എറൈസ്. ഓക്കെ, നമ്മൾ പഠിച്ചത് തന്നെയാണ്. നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഇന്ന് ഈ ഒരു സെഷനിൽ പറയാൻ വേണ്ടി പോകുന്ന 7 PDRSനെയാണ് നമ്മളിവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നത്. അതിൽ ആദ്യത്തേത് എന്ന് പറയുന്നത് ഹൈസ് ആൻഡ് ലോസ്. ഹൈസ് ആൻഡ് ലോസ് എന്ന് പറയുന്നതും ഒരു ടൈപ്പ് ഓഫ് PDRA തന്നെയാണ്. ഓക്കെ, അതുപോലെ തന്നെ എന്താണ്, ദർ ഇസ് എ ഓർഡർ ബ്ലോക്ക്, അതിനുശേഷം എന്താണ് ബ്രേക്കർ ബ്ലോക്ക്, അതിനുശേഷം റിജക്ഷൻ ബ്ലോക്ക്, അതുപോലെ തന്നെ എന്താണ് ഫെയർ വാല്യൂ ഗ്യാപ്സ് അല്ലെങ്കിൽ FEGs, അതുപോലെ ഇൻവേർഷൻ FEG, ലാസ്റ്റ് എന്ന് പറയുന്നത് BPR. ഓക്കെ, ഇതിൽ നമ്മൾ വിട്ടുപോയിട്ടുള്ള PDRS ഉണ്ടാവും. ഞാൻ പറഞ്ഞു വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള PDRS മാത്രമാണ് ഞാനിവിടെ വെക്കുന്നത്. ഓക്കെ, അതിനുശേഷം എന്തായിരിക്കാം, ഇനി മിറ്റിഗേഷൻ ബ്ലോക്ക് ഉണ്ടാവാം, വാക്യൂം ബ്ലോക്ക് ഉണ്ടാവാം, പ്രൊപ്പൾഷൻ ബ്ലോക്ക് ഉണ്ടാവാം, ഒരുപാട് PDRS ഇനിയും ഉണ്ട്. പക്ഷെ എനിക്ക് ഇമ്പോർട്ടൻ്റ് തോന്നിയിട്ടുള്ള 7 PDRS ആണ് നമ്മളിവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ പറയാൻ വേണ്ടി പോകുന്നതും ഈ 7 PDRSനെ കുറിച്ച് തന്നെയാണ്. അങ്ങനെ നമ്മൾ PDRA മാട്രിക്സിൽ നമ്മൾ ആദ്യം തന്നെ നോക്കുന്നത് ഹൈസ് ആൻഡ് ലോസ് ആണ്. ഓക്കെ, ഒരു ICT ട്രേഡറുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ എവറി ഹൈസ് ആൻഡ് ലോസ് കൺസിഡർ ആസ് എ ലിക്വിഡിറ്റി ആയിരിക്കും. ഓക്കെ, ഒരു ലിക്വിഡിറ്റി പോയിന്റ് ആയിട്ടായിരിക്കും നമ്മൾ ഹൈസ് ആൻഡ് ലോസിനെ നോക്കുന്നത്. അതായത് എപ്പോഴും ഒരു ഹൈയുടെയും ഒരു ലോയുടെയും താഴെ എന്തായിരിക്കും, എപ്പോഴും കൂടുതലും സ്റ്റോപ്പ് ലോസ് പോയിന്റ്സ് ഉണ്ടാകും. അത് ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഒട്ടുമിക്ക ആളുകളും എന്തായിരിക്കും, എപ്പോഴും സെല്ല് ചെയ്യുകയാണെങ്കിൽ ഹൈയിൻ്റെ മുകളിലും, ബൈ ചെയ്യുകയാണെങ്കിൽ ഏതാണോ നിയറസ്റ്റ് ലോ എന്ന് പറയുന്നത് അതിൻ്റെ താഴെ ആയിരിക്കും സ്റ്റോപ്പ് ലോസസ് പ്ലേസ് ചെയ്യുന്നത്. അതുകൊണ്ട് ICT പോയിന്റ് ഓഫ് വ്യൂവിൽ അല്ലെങ്കിൽ ഒരു ICT ട്രേഡറുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ എവറി ഹൈസ് ആൻഡ് ലോസ് എന്ന് പറയുന്നത് ദർ മസ്റ്റ് ബി എ ലിക്വിഡിറ്റി പോയിന്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് തന്നെ ഹൈസ് ആൻഡ് ലോസ് അല്ലെങ്കിൽ നോർമൽ ഹൈസ് ആൻഡ് ലോസ്, രണ്ടാമത് ഈക്വൽ ഹൈസ് ആൻഡ് ലോസ്, മൂന്നാമത് റിലേറ്റീവ് ഈക്വൽ ഹൈസ് ആൻഡ് ലോസ്, നാലാമത് ട്രെൻഡ് ലൈൻസ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ മുകളിലുള്ളതെല്ലാം ഹൈസും താഴെയുള്ളതെല്ലാം ലോസുമാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റിൽ തന്നെ നോക്കുകയാണെങ്കിൽ നമുക്ക് നോർമൽ ആയിട്ടുള്ള ഒരു ഹൈ നമ്മൾ കൺസിഡർ ചെയ്തതും ലിക്വിഡിറ്റി പോയിന്റ് ആണ്. ഓക്കെ, ഇൻ കേസ് പ്രൈസ് ആ ഒരു ഹൈനെ ടേക്ക് ഔട്ട് ചെയ്ത് പ്രൈസ് റിവേഴ്സൽ ആവാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. കാരണം എന്താണ്, ഹൈ എന്ന് പറയുന്നത് ലിക്വിഡിറ്റി പോയിന്റ് ആണ്. ഓക്കെ, അപ്പോൾ എന്താണ് ഇവിടെ നമുക്ക് എന്താണ് മാർക്കറ്റിൽ ഒരു ഹൈ കിട്ടിക്കഴിഞ്ഞാൽ ഇൻ കേസ് ഹൈനെ ബ്രേക്ക് ചെയ്ത് പ്രൈസ് മുകളിലേക്ക് പോകാം. അതുപോലെ തന്നെ ഹൈ ടേക്ക് ഔട്ട് ചെയ്തുകൊണ്ട് പ്രൈസ് റിവേഴ്സൽ വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെയാണ് ഇവിടെ എന്താണ് പ്രൈസ് നമുക്ക് ഇവിടെ ഒരു ലോ കിട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു ലോയിനെ പ്രൈസ് ബ്രേക്ക് ചെയ്തുകൊണ്ട് എഗെയിൻ പ്രൈസും താഴേക്ക് ഫോൾ ആവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതുപോലെ തന്നെ എന്താണ്, അത് ടേക്ക് ഔട്ട് ചെയ്തുകൊണ്ട് റിവേഴ്സൽ ആവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, അത് ആ ഹൈയുടെ ക്യാരക്ടർ അനുസരിച്ചിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഹൈയിനെ അല്ലെങ്കിൽ ലോയിനെ കൂടുതലും മാർക്കറ്റിൽ ഇപ്പോൾ കണ്ടുവരുന്നതും എന്താണ്, ഒരു ഹൈയിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ എഗെയിൻ ഒരു റിവേഴ്സലിൻ്റെ പോസിബിലിറ്റി അവിടെ ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ രണ്ടാമത് നോക്കുകയാണെങ്കിൽ എന്താണ്, ഈക്വൽ ഹൈസ്. ഓക്കെ, ഈക്വൽ ഹൈസ് അല്ലെങ്കിൽ നമുക്ക് എന്താണ് ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ലിക്വിഡിറ്റി പോയിന്റ് ആണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. പക്ഷെ നമ്മൾ ഇവിടെ നോക്കുകയാണെങ്കിൽ എന്താണ്, നമുക്ക് 2 ലിക്വിഡിറ്റി പോയിന്റ്സ് വന്നിട്ടുണ്ട്. ഓക്കെ, 2 ലിക്വിഡിറ്റി പോയിന്റ്സ് വരുന്നതുകൊണ്ട് തന്നെ നമ്മൾ എന്താണ് ഇതിനൊരു ലിക്വിഡിറ്റി പൂളായിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൺസിഡർ അസ് ഹിയർ നമ്മൾ ഇതിനേക്കാൾ റിവേഴ്സൽ പ്രോബബിലിറ്റി നമുക്ക് ഈക്വൽ ഹൈസിൽ കൂടുതലായിരിക്കും. ഓക്കെ, പ്രൈസ് എന്താണ് ഈക്വൽ ഹൈ ടേക്ക് ഔട്ട് ചെയ്ത് റിവേഴ്സൽ ആവാനുള്ള പോസിബിലിറ്റി വളരെയധികം കൂടുതലാണ്. ബിക്കോസ് ഓഫ് ഇവിടെ എന്താണ്, ഇവിടെ ഒരുപാട് ലിക്വിഡിറ്റീസ് റെസ്റ്റിംഗ് ആണ്. ഇവിടെയുള്ള ലിക്വിഡിറ്റിക്ക് പറയുന്ന പേര് എന്ന് പറയുന്നത് ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി. ബിക്കോസ് ഓഫ് എന്താണ്, നമുക്ക് ഇവിടെ 1 ലെഗ് ഓഫ് സെല്ലിംഗ് അതുപോലെ 2 ലെഗ് ഓഫ് സെല്ലിംഗ് വന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ്, ഇവിടെ 1 ലെഗ് ഓഫ് സെല്ലിംഗ് മാത്രമേ ഉള്ളൂ. ഇവിടെ സെല്ല് ചെയ്ത ആളുകളുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ബൈ ഓർഡർ ആയിരിക്കും. ഇവിടെ ഇതിന് മുകളിൽ എന്തായിരിക്കും, കൂടുതലും ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ആയിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾ നോക്കൂ, ഇവിടെ എന്താണ്, ഇവിടെ നമുക്കൊരു ലോ കിട്ടിയിട്ടുണ്ട്, ഇവിടെ ആളുകൾ ബൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ആളുകൾ ബൈ ചെയ്തിട്ടുണ്ട്. ഈ ഇവിടെ നിന്ന് ബൈ ചെയ്ത ആളുകളുടെയൊക്കെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് സെൽ ഓർഡർ ആയിരിക്കും. അതുകൊണ്ട് ഇതിന് താഴെ എന്തായിരിക്കും, സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ആയിരിക്കും. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞതുപോലെ ഈക്വൽ ഹൈസിൽ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി പൂൾ പ്രൈസ് എന്ത് ചെയ്യുന്നു, ആ ഒരു ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി പൂൾ ടേക്ക് ഔട്ട് ചെയ്ത് താഴേക്കുള്ള റിവേഴ്സൽ പ്രോബബിലിറ്റി കമ്പയർ ടു ഹിയർ ഇതിനേക്കാൾ കൂടുതലായിരിക്കും. അതുപോലെ ലോയുടെ രീതി നോക്കുകയാണെങ്കിൽ എന്താണ്, ഇവിടെ അഗെയിൻ ഒരു ലോ 2 ലോ ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, 2 ലിക്വിഡിറ്റി പോയിന്റ്സ് നമുക്ക് ഇവിടെ വന്നിട്ടുണ്ട്. അതായത് ലിക്വിഡിറ്റി പൂൾ വന്നിട്ടുണ്ട്. അതായത് എന്താണ്, സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി പൂൾ ഇവിടെ വന്നിട്ടുണ്ട്. അഗെയിൻ പ്രൈസ് എന്താവാം, ആ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയിൽ ഒരു ബ്രേക്ക് ഔട്ടിനേക്കാൾ ചാൻസ് കൂടുതൽ ഒരു ഫേക്ക് ഔട്ടിനാണ്. അതായത് സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്തുകൊണ്ട് പ്രൈസ് മുകളിലേക്ക് പോകാനുള്ള പോസിബിലിറ്റി അവിടെ കൂടുതലാണ്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് റിലേറ്റീവ് ഈക്വൽ ഹൈസ് ആണ് അല്ലെങ്കിൽ റിലേറ്റീവ് ഈക്വൽ ലോസ് ആണ്. ഓക്കെ, റിലേറ്റീവ് ഈക്വൽ ഹൈസ് എന്ന് പറയുമ്പോൾ എന്താണ്, ഇതുപോലെ ഡബിൾ ടോപ്പ് രീതിയിൽ കറക്റ്റ് ആയിട്ട് വരുന്നില്ല. എന്നിരുന്നാൽ പോലും എന്താണ്, ഒരു ഹൈയുടെ എറൗണ്ട് എടുത്തായിട്ട് തന്നെ ഒരു ഹൈ വരുന്നു. ഇതിനെന്താണ് നമ്മൾ റിലേറ്റീവ് ഈക്വൽ ഹൈ എന്നാണ് പറയുന്നത്. ഓക്കെ, റിലേറ്റീവ് ഈക്വൽ ഹൈ എന്നാണ് പറയുന്നത്. ഇതും
അറൗണ്ട് നമ്മൾ ഈക്വൽ ഹൈസിൻ്റെ ആ രീതി പ്രോബബിലിറ്റി തന്നെയാണ്. പ്രൈസ് എന്ത് ചെയ്യാം, അത് ടേക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ഇവിടെ നിന്നാണ് 1 leg ഓഫ് സെല്ലിംഗ് 2 leg ഓഫ് സെല്ലിംഗ് വന്നിട്ടുണ്ട്. ഓക്കെ അതുകൊണ്ട് ഈ മുകളിലും എന്തായിരിക്കാം, ലിക്വിഡിറ്റി പൂളായിരിക്കും. അത് ടേക്ക് ഔട്ട് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ അത് റിവേഴ്സൽ ആവാനുള്ള പ്രോബബിലിറ്റി തന്നെയാണ് കൂടുതലുള്ളത്. അതുപോലെ തന്നെയാണ് നമ്മൾ റിലേറ്റീവ് ഈക്വൽ ലോ എന്ന് പറയുന്നത്. ഓക്കെ പ്രൈസ് എന്ത് ചെയ്യുന്നു, ആദ്യം ഒരു ലോ ക്രിയേറ്റ് ചെയ്യുന്നു, അതിനുശേഷം എഗെയിൻ അതിൻ്റെ നിയറസ്റ്റ് ആയിട്ട് തന്നെ അഗെയിൻ ഒരു ലോ ക്രിയേറ്റ് ചെയ്ത് പ്രൈസ് മുകളിലേക്ക് പോവുകയാണെങ്കിൽ ഈ ഒരു ലോ എന്ന് പറയുന്നത് എന്താണ്, ദർ ഇസ് എ റിലേറ്റീവ് ഈക്വൽ ലോ ആണ്, ദർ ഇസ് എ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി പൂൾ തന്നെയായിരിക്കും. ഓക്കെ ആ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി പൂൾ ടേക്ക് ഔട്ട് ചെയ്യുകയാണെങ്കിലും അവിടെ നിന്ന് എന്താണ് റിവേഴ്സൽ ആവാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ട്രെൻഡ് ലൈൻ ആണ്. ഓക്കെ ഇതെന്താണ്, ഇതൊരു ബെയറിഷ് ട്രെൻഡ് ലൈൻ. ബെയറിഷ് ട്രെൻഡ് ലൈൻ എന്ന് പറയുന്നത് ഇവിടെ ഹൈസ് എന്താണ് ഒരു പാരലൽ ചാനലിൽ റെസ്പെക്ട് ചെയ്തിട്ടാണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ എന്താണ് ഇവിടെ കൂടുതലും എന്തായിരിക്കും, പ്രൈസ് ഒരു ബ്രേക്ക് ഔട്ടിനുപരി ഒരു ഫേക്ക് ഔട്ടിനുള്ള ഒരു പോസിബിലിറ്റി തന്നെയായിരിക്കും. ബിക്കോസ് ഓഫ് എന്താണ് ഇവിടെയും എന്താണ് 1 leg ഓഫ് സെല്ലിംഗ് 2 leg ഓഫ് സെല്ലിംഗ് 3 leg ഓഫ് സെല്ലിംഗ്, ഈ ഹൈസ് എല്ലാം എന്തായിരിക്കും ഓരോ ലിക്വിഡിറ്റി പോയിന്റ്സ് ആയിരിക്കും. പ്രൈസ് എന്ത് ചെയ്യും, ആ ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്തിട്ട് റിവേഴ്സൽ ആവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതുപോലെ താഴെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ്, ദർ ഇസ് എ ബുള്ളിഷ് ട്രെൻഡ് ലൈൻ. ബുള്ളിഷ് ട്രെൻഡ് ലൈൻ എന്ന് പറയുമ്പോൾ ഓരോ ലോ എപ്പോഴും ഒരു പാരൽ ചാനൽ റെസ്പെക്ട് ചെയ്തിട്ടാണ് പ്രൈസ് മുകളിലേക്ക് പോകുന്നത്. 1 leg ഓഫ് ബൈയിങ് 2 leg ഓഫ് ബൈയിങ് എന്താണ്, ഇതെല്ലാം എന്താണ് ലിക്വിഡിറ്റി പോയിന്റ്സ് ആണ്. പ്രൈസ് എന്താണെന്നു ഇവിടെ നിന്ന് ഒരു ബ്രേക്ക് ഔട്ടിലുപരി ഒരു ഫേക്ക് ഔട്ടിനുള്ള പ്രോബബിലിറ്റി ആയിരിക്കും കൂടുതൽ. ഓക്കെ അപ്പോൾ ഹൈസ് ആൻഡ് ലോസ് നമ്മൾ കൺസിഡർ ആസ് എ ലിക്വിഡിറ്റി. സിംപ്ലി നിങ്ങൾ മനസ്സിലാക്കുക, എവറി ഹൈസ് ആൻഡ് ലോസ് എന്ന് പറയുന്നത് ഒരു ലിക്വിഡിറ്റി പോയിന്റ് ആയിരിക്കും. ഓക്കെ ആ ലിക്വിഡിറ്റി പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ എന്താവാം, ആ ലിക്വിഡിറ്റി പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ പ്രൈസ് എന്ത് ചെയ്യാം, ഇൻ കേസ് അത് പ്രൈസ് ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് ഒരു ഡൊമിനൻസി കാണിച്ച് പോവാം. പക്ഷെ മേയർലി എപ്പോഴും ഒരു ലിക്വിഡിറ്റി കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും, ഒരു ഹൈ ടേക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സ്ലൈറ്റ്ലി ഒരു ഫേക്ക് ഔട്ട് അല്ലെങ്കിൽ ഒരു റിവേഴ്സലിനുള്ള പോസിബിലിറ്റി അവിടെ ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഒരു റിലേറ്റീവ് ചാർട്ട് എക്സാമ്പിൾസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ്, നമുക്ക് ഇവിടെ ഒരു ഹൈ കിട്ടിയിട്ടുണ്ട്, ആ ഹൈനെ പ്രൈസ് ഇവിടെ ടേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഒരു ഹൈ കിട്ടിയിട്ടുണ്ട്, ആ ഹൈ ടേക്ക് ഔട്ട് ചെയ്തുകൊണ്ട് പ്രൈസ് താഴേക്കായിട്ടുള്ള ഒരു മൂവ് വന്നിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ്, എഗെയിൻ പ്രൈസ് എന്ത് ചെയ്യുന്നു, ഒരു ലോ ടേക്ക് ഔട്ട് ചെയ്ത് അതിനുശേഷം പ്രൈസ് റിവേഴ്സൽ ആയിട്ട് പോകുന്നുണ്ട്. ഓക്കെ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു, അത് ടേക്ക് ഔട്ട് ചെയ്ത് പ്രൈസ് താഴേക്ക് പോയി. അതിനുശേഷം നോക്കൂ നിങ്ങൾ, മുകളിൽ എഗെയിൻ ഒരു ഹൈ ഇവിടെ ക്രിയേറ്റ് ചെയ്തു, പ്രൈസ് എന്ത് ചെയ്യുന്നു, ഹൈ ടേക്ക് ഔട്ട് ചെയ്ത് എഗെയിൻ ഓക്കെ ചെറിയൊരു ഡൊമിനൻസി കാണിച്ചെങ്കിലും അത് ടേക്ക് ഔട്ട് ചെയ്തുകൊണ്ട് പ്രൈസ് എന്ത് ചെയ്യുന്നു, റിവേഴ്സൽ കാണിച്ചു. അതിനുശേഷം എന്താണ് എഗെയിൻ ലോ, ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലോ ഉണ്ട്, ആ ലോ ടേക്ക് ഔട്ട് ചെയ്ത് എഗെയിൻ പ്രൈസ് എന്ത് ചെയ്യുന്നു, മുകളിലേക്ക് പോയിട്ടുണ്ട്. ഓക്കെ എഗെയിൻ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ്, ഇവിടെ നമുക്കൊരു ഹൈ കിട്ടിയിട്ടുണ്ട്, ആ ഹൈ പ്രൈസ് ടേക്ക് ഔട്ട് ചെയ്തിട്ട് ഒരു സ്ലൈറ്റ്ലി ഒരു റിജക്ഷൻ താഴേക്ക് കാണിച്ചിട്ടുണ്ട്. ഓക്കെ അപ്പോൾ ഹൈസ് ആൻഡ് ലോസ് കിട്ടിയ പോലെ തന്നെ എന്താണ്, ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ കിട്ടിയിട്ടുണ്ട്, ട്രെൻഡ് ലൈൻ. ഓക്കെ ട്രെൻഡ് ലൈൻ നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഓരോ ലോസ് എന്ന് പറയുന്നതും ഓരോ ലിക്വിഡിറ്റി പോയിന്റ്സ് ആണ്. പ്രൈസ് എന്ത് ചെയ്യുന്നു, ട്രെൻഡ് ലൈൻ ടേക്ക് ഔട്ട് ചെയ്യുന്നു, അതിനുശേഷം അഗെയിൻ പ്രൈസ് മുകളിലേക്കായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ സിംപ്ലി മനസ്സിലാക്കുക, ഹൈസ് ആൻഡ് ലോസ് എന്ന് പറയുന്നതും ഒരു ടൈപ്പ് ഓഫ് ലിക്വിഡിറ്റി ആണ്, അതും ഒരു PDRA മാട്രിക്സിൽ ഉൾപ്പെടുന്നതാണ്. അങ്ങനെ നമ്മളുടെ PDRA മാട്രിക്സിലെ രണ്ടാമത്തെ PDRA എന്ന് പറയുന്നത് ഓർഡർ ബ്ലോക്ക് ആണ്. ഓക്കെ ഈ ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ സ്ലൈഡിൽ പറഞ്ഞ ഹൈസ് ആൻഡ് ലോസ് ടേക്ക് ഔട്ട് ചെയ്തതിന് ശേഷം വരുന്ന PDRA ആണ് ഇത് ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്നത്. ഓക്കെ അപ്പോൾ ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്നത് എന്താണ്, ഈസ് ദി ചേഞ്ച് ഇൻ ദി ഡയറക്ഷൻ, അല്ലെങ്കിൽ ഓർഡർ ബ്ലോക്ക് ഈസ് ദ ചേഞ്ച് ഇൻ ദ ഡയറക്ഷൻ അല്ലെങ്കിൽ ചേഞ്ച് ഇൻ ദി സ്റ്റേറ്റ് ഓഫ് ഡെലിവറി. ഓക്കെ ഈ ഒരു ഡെഫിനേഷൻ നിങ്ങൾ നോക്കുക, ഒന്നുകൂടി വായിച്ചു നോക്കുക. ഓർഡർ ബ്ലോക്ക് ഈസ് ദ ചേഞ്ച് ഇൻ ദി ഡയറക്ഷൻ. മാർക്കറ്റിൽ എന്താണ്, ആ ഒരു മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ആവുന്ന സമയത്താണ് ആക്ച്വലി ഒരു ഓർഡർ ബ്ലോക്ക് ഫോം ആവുന്നത്, അല്ലെങ്കിൽ ഇതിനെ ചേഞ്ച് ഇൻ ദി സ്റ്റേറ്റ് ഓഫ് ഡെലിവറി എന്ന് പറയുന്നത്. ഓക്കെ അപ്പോൾ നമ്മുടെ ഹൈസ് ആൻഡ് ലോസ് ആയിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ എന്താണ്, നമ്മൾ പറഞ്ഞു എവറി ഹൈസ് ആൻഡ് ലോസ് എന്ന് പറയുന്ന ഒരു ലിക്വിഡിറ്റി പോയിന്റ് ആണ്. ഓക്കെ ഒരു നോർമൽ ഹൈ വരാം, ഒരു ഈക്വൽ ഹൈ വരാം, ഒരു റിലേറ്റീവ് ഈക്വൽ ഹൈ വരാം, അല്ലെങ്കിൽ ഒരു ട്രെൻഡ് ലൈൻ ലിക്വിഡിറ്റി ഹൈ വരാം. ഓക്കെ ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുള്ള ഏതൊരു ഹൈസ് ആൻഡ് ലോസ് ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞ ഹൈസ് ആയിക്കോട്ടെ, ഈക്വൽ ഹൈസ് ആയിക്കോട്ടെ, റിലേറ്റീവ് ഈക്വൽ ഹൈസ് ആയിക്കോട്ടെ, അതിനെ ടേക്ക് ഔട്ട് ചെയ്ത്, അതായത് നിങ്ങൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്കൊരു ബുള്ളിഷ് ഓർഡർ ബ്ലോക്ക് ആണ്. ഓക്കെ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതെന്ന് പറയുന്നത് എന്താണ്, ആ ഹൈ ടേക്ക് ഔട്ട് ചെയ്തതാണ്. ഓക്കെ ആ ഹൈ ടേക്ക് ഔട്ട് ചെയ്തതിന് ശേഷം ചേഞ്ച് ഇൻ ദി സ്റ്റേറ്റ് ഓഫ് ഡെലിവറി, അതായത് ലിക്വിഡിറ്റി സ്വീപ്പിന് ശേഷം ഡിസ്പ്ലേസ്മെൻറ്റ് മൂവോടുകൂടി പ്രൈസ് റിവേഴ്സ് ആവുകയാണെങ്കിൽ നമുക്ക് അവിടെ ഒരു ഓർഡർ ബ്ലോക്ക് കാണാം. അതുപോലെ തന്നെ എന്താണ് ബെയറിഷ് സെനാരിയോയിലും ഇവിടെ എന്താണ്, നമുക്കൊരു ഈക്വൽ ഹൈ അല്ലെങ്കിൽ ഒരു റിലേറ്റീവ് ഈക്വൽ ഹൈ അല്ലെങ്കിൽ ഒരു എന്താണ്
ഒരു ബെയറിഷ് ട്രെൻഡ് ലൈൻ ഫോർമേഷൻ. ഓക്കെ, ഇതിലൊക്കെ എന്താണ് ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തതിന് ശേഷം ചേഞ്ച് ഇൻ ദി സ്റ്റേറ്റ് ഓഫ് ഡെലിവറി, അതായത് ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്തതിന് ശേഷം പെട്ടെന്ന് തന്നെയുള്ള ആ ഒരു ഡിസ്പ്ലേസ്മെന്റ് മൂവിലാണ് ആക്ച്വലി നമുക്ക് എന്ത് കിട്ടുന്നത്, ഒരു ബെയറിഷ് ആയിട്ടുള്ള ഒരു ഓർഡർ ബ്ലോക്ക്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ എന്താണ് ബുള്ളിഷ് ഓബി എന്ന് പറയുന്നത് ലാസ്റ്റ് ബെയറിഷ് കാൻഡിൽ ബിഫോർ ബുള്ളിഷ് മൂവ്. ഒരു ബെയറിഷ് ഓർഡർ ഒരു ബുള്ളിഷ് ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്നത് എന്താണ്, ഒരു ലാസ്റ്റ് ബെയറിഷ് കാൻഡിലിനെയാണ് നമ്മൾ ബുള്ളിഷ് ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്നത്. ബുള്ളിഷ് ഓർഡർ ബ്ലോക്ക് എപ്പോഴാണ് ക്രിയേറ്റ് ആവുന്നത്, നമ്മൾ തൊട്ട് മുന്നത്തെ സ്ലൈഡിൽ പറഞ്ഞിട്ടുള്ള ഹൈസ് അല്ല, ലോസ് ഈക്വൽ ലോസ് റിലേറ്റീവ് ഈക്വൽസ്, അങ്ങനെ ഈ ലോ ലിക്വിഡിറ്റീസ് ടേക്ക് ഔട്ട് ചെയ്തതിന് ശേഷം വരുന്ന ചേഞ്ച് ഇൻ ദി സ്റ്റേറ്റ് ഓഫ് ഡെലിവറിക്ക് ശേഷം വരുന്നതാണ് ആക്ച്വലി ഒരു ബുള്ളിഷ് ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ബെയറിഷ് ഓർഡർ ബ്ലോക്ക് നോക്കുകയാണെങ്കിൽ എന്താണ്, ബെയറിഷ് ഓർഡർ ബ്ലോക്ക് ഈസ് ദ ലാസ്റ്റ് ബുള്ളിഷ് കാൻഡിൽ ബിഫോർ ദ ബെയറിഷ് മൂവ്. ഓക്കെ, എന്താണ് നമ്മൾ പറഞ്ഞ ഹൈസ്, നോർമൽ ഹൈസ്, ഈക്വൽ ഹൈസ്, റിലേറ്റീവ് ഈക്വൽ ഹൈസ്, ഇതെല്ലാം മിറ്റിഗേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒന്ന് മിറ്റിഗേറ്റ് ചെയ്തതിന് ശേഷം താഴേക്ക് അല്ലെങ്കിൽ ബെയറിഷ് ആയിട്ട് ചേഞ്ച് ഇൻ ദി സ്റ്റേറ്റ് ഓഫ് ഡെലിവറി തരുന്ന സമയത്താണ് ആക്ച്വലി നമുക്ക് ഒരു ബെയറിഷ് ആയിട്ടുള്ള ഒരു ഓർഡർ ബ്ലോക്ക് വരുന്നത്. ഓക്കെ, അപ്പം ഓർഡർ ബ്ലോക്ക് എന്താണ് ജസ്റ്റ് നോക്കി വെക്കുക. ഇനി നമ്മൾ റിലേറ്റീവ് എക്സാമ്പിളിലേക്ക് നോക്കുകയാണെങ്കിൽ എന്താണ്, ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ് ഇതിൻ്റെ ഓർഡർ ബ്ലോക്കിൻ്റെ ഒറിജിൻ എന്ന് പറയുന്നത് എപ്പോഴെന്താണ്, ഒരു ഓർഡർ ബ്ലോക്കിൻ്റെ ഒറിജിൻ എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ സ്ലൈഡിൽ പറഞ്ഞ ഹൈസ് ആൻഡ് ലോസിൻ്റെ സ്വീപ്പിലാണ് ഓർഡർ ബ്ലോക്ക് ക്രിയേറ്റ് ആവുന്നത്. നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് എന്താണ് ദർ ഈസ് ഒരു ലോ ടേക്ക് ഔട്ട് ചെയ്തു പ്രൈസ്. ഓക്കെ, ഒരു ലോ ടേക്ക് ഔട്ട് ചെയ്ത് മുകളിലേക്ക് ചേഞ്ച് ഇൻ ദി സ്റ്റേറ്റ് ഓഫ് ഡെലിവറി, അതായത് ലിക്വിഡിറ്റി പെട്ടെന്ന് തന്നെ ടേക്ക് ഔട്ട് ചെയ്ത് മുകളിലേക്ക് ഡിസ്പ്ലേസ്മെന്റ് മൂവ് തരുന്ന സമയത്ത്, ഒരു എനർജറ്റിക് മൂവ് തരുന്ന സമയത്താണ് നമുക്ക് ആദ്യം കൺഫേം ആവുന്നത് ദിസ് ഈസ് എ ഓർഡർ ബ്ലോക്ക്. ഓക്കെ, അതിനുശേഷം എന്താണ് ദർ ഈസ് എ സ്ട്രക്ചർ ബ്രേക്ക് വിത്ത് കാൻഡിൽ ക്ലോസ്. കാൻഡിൽ ക്ലോസോട് കൂടി അല്ലെങ്കിൽ ബോഡി ക്ലോസോട് കൂടി നമുക്ക് എന്താണ് ഒരു സ്ട്രക്ചർ ബ്രേക്ക് കിട്ടുന്ന സമയത്ത്, അതായത് പ്രൈസിന് എന്ത് വേണം, നമ്മളുടെ ഈ ആദ്യത്തെ ഏരോ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്, ദർ ഈസ് എ ലിക്വിഡിറ്റി സ്വീപ്പ്. അതിനുശേഷം നമ്മുടെ ഈ രണ്ടാമത്തെ ഈ ഏരോ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്, ആ ഒരു ഡിസ്പ്ലേസ്മെന്റ് മൂവ്. ഇതിനെയാണ് നമ്മൾ ചേഞ്ച് ഇൻ ദി സ്റ്റേറ്റ് ഓഫ് ഡെലിവറി എന്ന് പറയുന്നത്. ഈ ഏരോ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്, ഈ ഏരോ നമ്മൾ ഉദ്ദേശിക്കുന്നത് സ്ട്രക്ചർ ബ്രേക്ക് വിത്ത് ബോഡി ക്ലോഷർ. ഓക്കെ, അപ്പോൾ 3 ഏരോസ് എന്തിനാണ് ചെയ്യുന്നത് മനസ്സിലായല്ലോ. അതിനുശേഷം ഈ 4ാമത്തെ ഏരോ എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് ഓർഡർ ബ്ലോക്ക് നമ്മൾ വരച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ ഒരു വാലിഡ് ഓർഡർ ബ്ലോക്കിന് ഒരു ഇൻഡ്യൂസ്മെന്റ് ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യുന്നത് ഫാർ ബെറ്റർ ആണ്. അതിനുശേഷം പ്രൈസ് മുകളിലേക്ക് പോവുകയാണെങ്കിൽ ആ ഇൻഡ്യൂസ്മെന്റിന് താഴെയുള്ള ഓർഡർ ബ്ലോക്ക് മിറ്റിഗേറ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. ഇൻ കേസ് പ്രൈസ് എന്ത് ചെയ്യുന്നു, എഗെയിൻ പ്രൈസ് താഴേക്ക് വന്ന് ഇൻഡ്യൂസ്മെന്റ് ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ വരച്ചു വെച്ചിട്ടുള്ള ഓർഡർ ബ്ലോക്ക് മിറ്റിഗേറ്റ് ചെയ്തിട്ടാണ് പ്രൈസ് മുകളിലേക്കായിട്ട് പോകുന്നത്. ഓക്കെ, ഈ ഏരോ എന്ന് പറയുന്നത് ഓർഡർ ബ്ലോക്ക് മിറ്റിഗേഷൻ ആണ്. അതിനുശേഷം ഈ ഏരോ എന്ന് പറയുന്നത് പ്രൈസിന്റെ ആ ഒരു എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പം നമ്മൾ എന്താണ് ബുള്ളി സെനാരിയോ നോക്കിയതുപോലെ തന്നെ നമ്മൾ ബെയറിഷ് സെനാരിയോ നോക്കുകയാണെങ്കിൽ എന്താണ്, നമ്മളുടെ ഈ ഏരോ എന്ന് പറയുന്നത് എന്താണ്, ദർ ഈസ് എ, ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നോർമൽ ആയിട്ടുള്ള ഒരു ഹൈ. ഓക്കെ, ആ ഹൈ ടേക്ക് ഔട്ട് ചെയ്തുകൊണ്ട് ഡിസ്പ്ലേസ്മെന്റ് മൂവ്. ഓക്കെ, ഡിസ്പ്ലേസ്മെന്റ് മൂവ് എന്താണ്, ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്ത അപ്പം തന്നെ പ്രൈസ് എന്ത് ചെയ്യുന്നു, സ്ട്രോങ് എനർജറ്റിക് മൂവോട് കൂടി റിവേഴ്സിൽ വരുന്നു. ഓക്കെ, അപ്പോൾ ഈ ഏരോ എന്ന് പറയുന്നത് എന്താണ്, ലിക്വിഡിറ്റി സ്വീപ്പാണ്. ഈ ഏരോ എന്ന് പറയുന്നത് എന്താണ്, ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്തതിനു ശേഷം എനർജറ്റിക് മൂവ് ഇൻ ടു ഡൗൺ സൈഡ്. ഓക്കെ, ഇതാണ് ചേഞ്ച് ഇൻ ദി സ്റ്റേറ്റ് ഓഫ് ഡെലിവറി. ഓക്കെ, നെക്സ്റ്റ് ഈ ഒരു ആരോ എന്ന് പറയുന്നത് എന്താണ്, നമ്മളുടെ ഈ ഒരു സ്ട്രക്ചർ ബ്രേക്ക് വിത്ത് ബോഡി ക്ലോഷർ. അതിനുശേഷം എന്താണ് പ്രൈസ് ഒരു സ്വിംഗ്, ഇപ്പം എന്താണ് നമുക്ക് ഇവിടെ സ്ട്രക്ചർ ബ്രേക്ക് കിട്ടുന്ന സമയത്ത് എന്താണ് നമുക്ക് എഗെയിൻ നമുക്ക് ഇവിടെ ഒരു സ്വിംഗ് ഹൈ കിട്ടും. അതിനുശേഷം എന്താണ് പ്രൈസ് എഗെയിൻ മുകളിലേക്ക് പോകുന്ന സമയത്ത് ലോവർ ടൈം ഫ്രെയിമിൽ നമുക്ക് ഇവിടെ ഒരു സ്വിംഗ് ലോ ഫോർമേഷനും കിട്ടും. അതിനുശേഷം പ്രൈസ് എഗെയിൻ വന്നിട്ട് ഈ ഏരോ എന്ന് പറയുന്നത് നമ്മളുടെ ഓർഡർ ബ്ലോക്ക് മിറ്റിഗേറ്റ് ചെയ്തതിന് മുന്നേ ഒരു ഇൻഡ്യൂസ്മെന്റ് ലിക്വിഡിറ്റി, അതായത് നമ്മളുടെ ആ ഒരു ഓർഡർ ബ്ലോക്ക് തൊട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഒരു ലോ ക്രിയേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്ത് പ്രൈസ് താഴേക്ക് പോകും. ഇറ്റ്സ് എ ട്രാപ്പ്. ഓക്കെ, പ്രൈസ് എന്ത് ചെയ്യും, താഴേക്ക് പോകും. അതായത് ഈ മുകളിലെ ഓർഡർ ബ്ലോക്കിലേക്ക് ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ലിക്വിഡിറ്റി ഇൻജക്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു സ്മാർട്ട് മണി ട്രാപ്പിനെയാണ് നമ്മൾ ഇൻഡ്യൂസ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതിനുശേഷം പ്രൈസ് ഒരു ഇൻഡ്യൂസ്മെന്റ് ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്തിട്ട് ഇൻഡ്യൂസ്മെന്റ് ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നമ്മളുടെ ഓർഡർ ബ്ലോക്ക് മിറ്റിഗേറ്റ് ചെയ്തിട്ട് പ്രൈസ് താഴേക്ക്. ഓക്കെ, അപ്പോൾ ഓർഡർ ബ്ലോക്ക് എന്താണ്, ബുള്ളിഷ് ഓർഡർ ബ്ലോക്ക് എന്താണ്, ബെയറിഷ് ഓർഡർ ബ്ലോക്ക് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ തൊട്ട് മുന്നേ പഠിച്ച ആ ഹൈസ് ആൻഡ് ലോസിന്റെ മിറ്റിഗേഷന് ശേഷം അല്ലെങ്കിൽ ആ ഹൈസ് ആൻഡ് ലോസിന്റെ സ്വീപ്പിന് ശേഷമാണ് ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ടാകുന്നത് പറഞ്ഞു. അതുപോലെ ഓർഡർ ബ്ലോക്ക് ഒരു വാലിഡ് ആയിട്ടുള്ള ഓർഡർ ബ്ലോക്കിന് വേണ്ട കാര്യങ്ങളാണ് ഇനി നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് എന്ന് പറയുന്നത് ലിക്വിഡിറ്റി സ്വീപ്പാണ്. അറിയാത്തവർ എഴുതി വെച്ചോ, ലിക്വിഡിറ്റി സ്വീപ്പ്. ഓക്കെ, രണ്ടാമത് ലിക്വിഡിറ്റി സ്വീപ്പിന് ശേഷം സ്ട്രോങ് ഡിസ്പ്ലേസ്മെന്റ് മൂവ്. ഓക്കെ, ഡിസ്പ്ലേസ്മെന്റ് മൂവ്. ഓക്കെ, ഈ ഡിസ്പ്ലേസ്മെന്റ് മൂവിൽ എന്ത് ക്രിയേറ്റ് ആവണം, ഒരു FEG ക്രിയേറ്റ് ആവണം. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ നോക്കൂ, ദർ ഇസ് എൻ FEG ഫോർമേഷൻ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം എന്താണ് സ്ട്രക്ചർ ബ്രേക്കോ അല്ലെങ്കിൽ സ്ട്രക്ചർ ഷിഫ്റ്റ്
ഏറ്റവും നമുക്ക് കിട്ടണം എങ്ങനെ ബോഡി ക്ലോസോട് കൂടി. ഈ ബോഡി ക്ലോസ് എന്ന് പറയുമ്പോൾ എന്താണ്, ബോഡിയോട് കൂടി ക്ലോസ് ആവുക എന്ന് പറയുമ്പോൾ അതിനർത്ഥം അവിടെ ഒരു ഡൊമിനൻസിയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, നാലാമത്തെന്ന് പറയുന്നത് ഇൻഡ്യൂസ്മെന്റ് അല്ലെങ്കിൽ IDX. ഓക്കെ, അപ്പോൾ എന്താണ്, നമുക്ക് ഇൻഡ്യൂസ്മെന്റ് നമ്മുടെ ഓർഡർ ബ്ലോക്കിന്റെ മുകളിലോ താഴെയോ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യേണ്ടതെന്നാണ് ആ ഓർഡർ ബ്ലോക്ക് വാലിഡ് ആവാനുള്ള പ്രോബബിലിറ്റി വളരെ കൂടുതലാണ്. അതിൻ്റെ മുകളിൽ ലിക്വിഡിറ്റി ഇഞ്ചക്ട് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ലിക്വിഡിറ്റി എഞ്ചിനീയർ ചെയ്തിട്ടുണ്ട്. ഇൻഡ്യൂസ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്, ഒരു സ്മാർട്ട് മണി ട്രാപ്പ് ആണെന്ന് കൂടി മനസ്സിലാക്കുക. ഓക്കെ, അങ്ങനെ നമ്മളുടെ മൂന്നാമത്തെ PDRA എന്ന് പറയുന്നത് ബ്രേക്കർ ബ്ലോക്ക് ആണ്. ബ്രേക്കർ ബ്ലോക്ക് സിംപ്ലി മീൻസ് താഴെ എഴുതിയ നോക്ക് നിങ്ങൾ, ഫെയിൽഡ് ഓർഡർ ബ്ലോക്ക് ആണ്. ഓക്കെ, നമ്മളൊരു ഓർഡർ ബ്ലോക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് റെസ്പെക്റ്റും ചെയ്യാം ഡിസ്റെസ്പെക്റ്റും ചെയ്യാം. റെസ്പെക്ട് ചെയ്യാന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ പറഞ്ഞ ലിക്വിഡിറ്റി സ്വീപ്പ്, സ്ട്രക്ചർ ബ്രേക്ക്, ഡിസ്പ്ലേസ്മെന്റ് പ്ലസ് FEG, ഒരു ഇൻഡ്യൂസ്മെന്റ്, അങ്ങനെ കിട്ടുന്ന ഓർഡർ ബ്ലോക്കിലേക്ക് പ്രൈസ് എന്ത് ചെയ്യുന്നു, ആ ഓർഡർ ബ്ലോക്ക് മിറ്റിഗേറ്റ് ചെയ്തിട്ട് പ്രൈസ് മുകളിലേക്ക് റിവേഴ്സ് ചെയ്ത് പോകുന്നു. ഓക്കെ, ഇനി ഡിസ്റെസ്പെക്ട് ചെയ്യാന്ന് പറയുമ്പോൾ എന്താണ്, അതിനെ ട്രാപ്പ് എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യുന്നു, അത് ഫെയിലായി പോകുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ഓർഡർ ബ്ലോക്ക് ഫെയിൽ ആവുമ്പോഴായിരിക്കും ഒരു ബ്രേക്കർ ബ്ലോക്ക് ഫോം ആവുന്നത്. സിംപ്ലി മീൻസ് ഒരു ഓർഡർ ബ്ലോക്ക് ഫെയിൽ ആവുമ്പോഴാണ് ഒരു ബ്രേക്കർ ബ്ലോക്ക് ഫോം ആവുന്നത്. ഓക്കെ, പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ എല്ലാ ഓർഡർ ബ്ലോക്കും ഫെയിൽ ആവുമ്പോൾ ബ്രേക്കർ ബ്ലോക്ക് ആവണമെന്നില്ല. ഓക്കെ, അപ്പോൾ ഒരു ഓർഡർ ബ്ലോക്ക് എങ്ങനെ ഫെയിൽ ആവണം അതിനനുസരിച്ചിരിക്കും ബ്രേക്കർ ബ്ലോക്കിന്റെ ഫോർമേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് പറയുന്നതിന് മുന്നേ നിങ്ങൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മൾ കുറച്ച് റീറ്റെയിൽ പോയിന്റ് ഓഫ് വ്യൂ കുറച്ച് കാര്യങ്ങൾ പറയാണ്. സപ്ലൈ ഡിസ്റെസ്പെക്റ്റ് ആയാൽ അത് ഡിമാൻഡ് ആയിട്ട് മാറും. ഓക്കെ, ഡിമാൻഡ് ഡിസ്റെസ്പെക്റ്റ് ആയാൽ സപ്ലൈ ആയി മാറും. അതായത് സപ്പോർട്ട് ബിക്കം റെസിസ്റ്റൻസ്, റെസിസ്റ്റൻസ് ബിക്കം സപ്പോർട്ട്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്കൊരു ഹൈ കിട്ടിയിട്ടുണ്ട്. ഇതിനെന്താണ്, നമ്മളൊരു ലിക്വിഡിറ്റി പോയിന്റ് ആയിട്ടായിരിക്കും കൺസിഡർ ചെയ്യുന്നത്. പക്ഷേ റീറ്റെയിൽ പോയിന്റ് ഓഫ് വ്യൂ ഇതെന്താണ്, ഒരു റെസിസ്റ്റൻസ് ആണ്. ഈ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ റെസിസ്റ്റൻസ് എന്തായി മാറും, സപ്പോർട്ടായിട്ട് മാറും. അതുപോലെ എന്താണ്, റെസിസ്റ്റൻസ് ബ്രേക്ക് ആയാൽ സപ്പോർട്ടായി മാറും. ഇൻ കേസ് ഈ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താവും, ആ സപ്പോർട്ട് ഒരു റെസിസ്റ്റൻസ് ആയിട്ട് തന്നെ ആക്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ നോക്കുകയാണെങ്കിൽ എന്താണ്, ഇവിടെ നമുക്കൊരു ബുള്ളിഷ് ആയിട്ടുള്ള ഒരു ഓർഡർ ബ്ലോക്ക് കിട്ടിയെന്ന് വിചാരിക്കുക. ഓക്കെ, ഒരു ബുള്ളിഷ് ആയിട്ടുള്ള ഒരു ഓർഡർ ബ്ലോക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഒരു സ്ട്രക്ചർ ബ്രേക്ക്, ഒരു ലിക്വിഡിറ്റി സ്വീപ്പ്, ഡിസ്പ്ലേസ്മെന്റ് മൂവോട് കൂടിയിട്ട് ഇതൊരു വാലിഡ് ആയിട്ടുള്ള ഒരു ഓർഡർ ബ്ലോക്ക് ആണെന്ന് തന്നെ വിചാരിക്കുക. ഈ ഓർഡർ ബ്ലോക്കിന് എങ്ങനെ ഫെയിൽ ആവണം, ഡിസ്പ്ലേസ്മെന്റ് മൂവോട് കൂടിയിട്ട്. ഓക്കെ, ഡിസ്പ്ലേസ്മെന്റ് മൂവോട് കൂടി ഡിസ്റെസ്പെക്റ്റഡ് എങ്ങനെയാവണം, ക്യാൻഡിൽ ക്ലോഷറോട് കൂടിയിട്ട് ബ്രേക്ക് ചെയ്യണം. ആ ഒരു ഡിസ്റെസ്പെക്റ്റഡ് ആയിട്ടുള്ള ഏരിയയിൽ എന്താവണം, ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് കൂടി ഉണ്ടെങ്കിൽ അങ്ങനെ ഫെയിൽ ആവുന്ന ഓർഡർ ബ്ലോക്ക് ഒരു ബ്രേക്കർ ബ്ലോക്ക് ആയിരിക്കും. ഓക്കെ, അതായത് നിങ്ങൾ ഇവിടെ നോക്കൂ, നമുക്ക് ഫെയിൽഡ് ആയിട്ടുള്ള ഒരു ബുള്ളിഷ് ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്നത് ഒരു ബെയറിഷ് ബ്രേക്കർ ബ്ലോക്ക് ആയിരിക്കും. അതായത് ഒരു ബുള്ളിഷ് ഓബി ഫെയിൽ ആയാൽ ഒരു ബെയറിഷ് ആയിട്ടുള്ള ബ്രേക്കർ ബ്ലോക്ക് ഫോം ആവും. അതുപോലെ ഒരു ബുള്ളിഷ് ആയിട്ടുള്ള ഒരു ഒരു ബെയറിഷ് ആയിട്ടുള്ള ഒരു OB-ആണ് ഫെയിൽ ആവുന്നതെങ്കിൽ നമുക്ക് ബുള്ളിഷ് ആയിട്ടുള്ള ഒരു ബ്രേക്കർ ബ്ലോക്ക് ഫോം ആവും. പക്ഷെ എങ്ങനെയാവണം, എങ്ങനെയാവണം, ഫെയിലിംഗ് എന്ന് പറയുന്നത് നമുക്കൊരു ഓർഡർ ബ്ലോക്കിൽ ലിക്വിഡിറ്റി സ്വീപ്പ് കിട്ടിയതിന് ശേഷമുള്ള ആ ഡിസ്പ്ലേസ്മെന്റ് മൂവ് ഉണ്ടല്ലോ, അതുപോലെയുള്ള ഡിസ്പ്ലേസ്മെന്റ് മൂവ് നമ്മളുടെ ഈ ഡിസ്റെസ്പെക്റ്റഡ് ആയിട്ടുള്ള ഏരിയയിൽ വരണം, അല്ലെങ്കിൽ ഡിസ്റെസ്പെക്റ്റഡ് ആവുന്ന സമയത്ത് ക്യാൻഡിൽ ക്ലോഷറോട് കൂടിയിട്ട് വരണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താണ്, നമ്മളുടെ ഈ ഒരു ഏരിയ, അതായത് നമ്മളുടെ ആ ഒരു ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്നത് FEGയുടെ ഉള്ളിലൂടെ ഓവർലാപ്പ് ആയി പോകുന്ന ആ ഒരു ഏരിയനെയാണ് നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യുന്നത്, ഒരു ബ്രേക്കർ ബ്ലോക്ക് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ബ്രേക്കർ ബ്ലോക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ഇനി ഞാൻ ഈ പറയുന്ന ഈ ഒരു സ്ലൈഡിൽ ആ ഒരു റിലേറ്റീവ് ചാർട്ട് എക്സാമ്പിളിൽ വ്യക്തമായിട്ട് തന്നെ മനസ്സിലാവും. അങ്ങനെ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ മനസ്സിലാവും, നമുക്ക് ആദ്യം തന്നെ എന്ത് കിട്ടിയിട്ടുണ്ട്, നമുക്ക് ആദ്യം തന്നെ ഒരു ബെയറിഷ് ആയിട്ടുള്ള ഒരു ഓർഡർ ബ്ലോക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ലിക്വിഡിറ്റി ചെറിയ രീതിയിൽ സ്ലൈറ്റ്ലി ടേക്ക് ഔട്ട് ചെയ്ത് നമുക്ക് ക്യാൻഡിൽ ക്ലോഷറോട് കൂടി നമുക്കൊരു സ്ട്രക്ചർ ബ്രേക്ക് കൂടെ തന്നിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ നമുക്ക് എന്ത് ചെയ്യുന്നു, ഇവിടെ എന്താ ചെയ്തു, ഒരു ഓർഡർ ബ്ലോക്ക് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അതായത് നമുക്ക് ലിക്വിഡിറ്റി സ്വീപ്പ് കിട്ടിയിട്ടുണ്ട്, സ്ട്രക്ചർ ബ്രേക്ക് വിത്ത് ബോഡി ക്ലോസ് കിട്ടിയിട്ടുണ്ട്, ആ ഒരു ഡിസ്പ്ലേസ്മെന്റ് മൂവോട് കൂടിയിട്ടുള്ള മൂവ് താഴേക്ക് കിട്ടിയിട്ടുണ്ട്, ആ ഡിസ്പ്ലേസ്മെന്റ് മൂവിൽ FEG ഉണ്ട്. ഓക്കെ, ഇനി വേണ്ടത് എന്താണ്, ഇൻഡ്യൂസ്മെന്റ് ആണ്. ഇൻഡ്യൂസ്മെന്റ് എന്ന് പറയുന്നത് ഓപ്ഷണൽ ആണ്, ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ലിക്വിഡിറ്റി സ്വീപ്പ് കിട്ടിയിട്ടുണ്ട്, സ്ട്രക്ചർ ബ്രേക്ക് വിത്ത് ബോഡി ക്ലോസ് കിട്ടിയിട്ടുണ്ട്, ഡിസ്പ്ലേസ്മെന്റ് പ്ലസ് FEG കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ബെയറിഷ് ആയിട്ടുള്ള ഒരു ഓർഡർ ബ്ലോക്ക് നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ബെയറിഷ് ആയിട്ട് നമുക്കൊരു ഓർഡർ ബ്ലോക്ക് കിട്ടിക്കഴിഞ്ഞാൽ പ്രൈസ് എന്ത് ചെയ്യണം, ആ OB-യിൽ നിന്നും ഓർഡേഴ്സ് ടേക്ക് ഔട്ട് ചെയ്ത് പ്രൈസ് റിവേഴ്സൽ ആയിട്ട് വരേണ്ടതായിട്ട് നെക്സ്റ്റ് എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി ടാർഗറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പക്ഷെ എന്ത് ചെയ്തു, ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ്, പ്രൈസ് ഇവിടെ ഡിസ്റെസ്പെക്ട് ചെയ്തു. എന്തിനെ, ഈ ഒരു ബെയറിഷ് ആയിട്ടുള്ള ഓർഡർ ബ്ലോക്കിനെ ഡിസ്റെസ്പെക്ട് ചെയ്തു. ഈ ഡിസ്റെസ്പെക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ പോലെ സപ്ലൈ ബിക്കം ഡിമാൻഡ്, അതുപോലെ തന്നെ റെസിസ്റ്റൻസ് ബിക്കം സപ്പോർട്ട് എന്നുള്ള രീതിയിൽ ബെയറിഷ് ആയിട്ടുള്ള ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്നത് ബുള്ളിഷ് ആയിട്ടുള്ള ഒരു ബ്രേക്കർ ബ്ലോക്ക് ആയിട്ട് മാറും.
അതായത് ഈ ഒരു എക്സ്റ്റെൻഡഡ് ലൈന് വീണ്ടും ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പ്രൈസ് എന്ത് ചെയ്യും? പ്രൈസ് ആ ഒരു സോണ് വീണ്ടും ടെസ്റ്റ് ചെയ്ത് മുകളിലേക്ക് പോകും. ഇതാണ് എന്ത് ആക്ച്വലി ബുള്ളിഷ് ആയിട്ടുള്ള ഒരു ബെയറിഷ് ഓർഡർ ബ്ലോക്ക്, ബെയറിഷ് ആയിട്ടുള്ള ബുള്ളിഷ് ആയിട്ടുള്ള ഒരു ബ്രേക്കർ ബ്ലോക്ക്. അപ്പോൾ മനസ്സിലാക്കേണ്ട ലോജിക് എന്ന് പറയുന്നത് എന്താണ്? ബെയറിഷ് ആയിട്ടുള്ള ഓർഡർ ബ്ലോക്ക് ഫെയിൽ ആവുമ്പോഴാണ് ബുള്ളിഷ് ആയിട്ടുള്ള ബ്രേക്കർ ബ്ലോക്ക് ഫോം ആവുന്നത്. പക്ഷെ ഇവിടെ മനസ്സിലാക്കേണ്ട, പലരും തെറ്റിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, ആ ഫെയിലിംഗ് അല്ലെങ്കിൽ ആ ഒരു ബെയറിഷ് ആയിട്ടുള്ള ഈ ഒരു ഓർഡർ ബ്ലോക്ക് എങ്ങനെ ഫെയിൽ ആകണം? അത് ഡിസ്പ്ലേസ്മെൻറ്റോടുകൂടി ഇതുപോലെ സ്ട്രോങ് ആയിട്ടുള്ള ഡൊമിനൻസി കാണിക്കുന്ന രീതിയിലുള്ള ഒരു ഫെയിൽ ആവണം കാണിക്കേണ്ടത്. ആ ഫെയിലിങ്ങിൽ ഒരു FEG കൂടി ഉണ്ടെങ്കിൽ പ്രൈസ്, ആ FEG എന്ന് പറയുന്നത് നമ്മളുടെ ആ ബ്രേക്കർ ബ്ലോക്കിൽ ഓവർലാപ്ഡ് കൂടിയായിരിക്കും. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താണ്, ഇൻ കേസ് പ്രൈസ് എന്താണ് താഴെ ഈ സോണിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രൈസ് മുകളിലേക്ക് പോകാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. ഇതാണ് ബുള്ളിഷ് ആയിട്ടുള്ള ബ്രേക്കർ ബ്ലോക്ക് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ബെയറിഷ് ബ്രേക്കർ ആണ് നോക്കുന്നത്. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്ത് ഡിസ്പ്ലേസ്മെന്റ് മൂവ് പ്ലസ് FEG നോക്കൂ, പ്ലസ് FEGയോട് കൂടിയിട്ട് മുകളിലേക്ക് മൂവ് കിട്ടിയിട്ടുണ്ട് വിത്ത് സ്ട്രക്ചർ ബ്രേക്ക് വിത്ത് ക്യാൻഡിൽ ക്ലോഷർ. ഓക്കെ, അപ്പം ഈ ഒരു ഏരിയ എന്താണ്, നമുക്കൊരു ബുള്ളിഷ് ആയിട്ടുള്ള ഒരു ഓർഡർ ബ്ലോക്ക് രീതിയിൽ കിട്ടിയിട്ടുണ്ട് ബിക്കോസ് ഓഫ് ലിക്വിഡിറ്റി സ്വീപ്പ്. ഈ ആരോ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്, നമ്മളുടെ ലിക്വിഡിറ്റി സ്വീപ്പ് പ്ലസ് ഡിസ്പ്ലേസ്മെന്റ് പ്ലസ് FEG. ദാറ്റ് മീൻസ് ആ ചേഞ്ച് ഇൻ ദി സ്റ്റേറ്റ് ഓഫ് ഡെലിവറി നമുക്ക് സ്ട്രക്ചർ ബ്രേക്ക് കൂടി കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പ്രൈസ് നോക്കൂ നിങ്ങൾ, പ്രൈസ് നമ്മളുടെ ഒരു ഓർഡർ ബ്ലോക്കിലേക്ക് ടേക്ക് ഔട്ട് ചെയ്തു, അതിനുശേഷം സ്ലൈറ്റ്ലി ഒരു മൂവ് തന്നു. ഓക്കെ, സ്ലൈറ്റ്ലി ഒരു മൂവ് തന്നു, അതിനുശേഷം ഡിസ്റെസ്പെക്റ്റോട് കൂടിയിട്ട് പ്രൈസ് എന്ത് ചെയ്യുന്നു, അതിന് ഫെയിലായി. അതാണ് ഞാൻ പറഞ്ഞത്, ഫെയിൽ ആവുന്നത് എപ്പോഴും എങ്ങനെയാവണം, സ്ട്രോങ്ങർ ആയിട്ട്. നമുക്ക് ഇവിടെ ഓർഡർ ബ്ലോക്കിന് വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ എങ്ങനെയാണോ ഇവിടെ ഒരു ഡിസ്പ്ലേസ്മെന്റ് മൂവ് കാണിച്ചത്, ആ ഡിസ്പ്ലേസ്മെന്റ് മൂവ് അല്ലെങ്കിൽ അതുപോലത്തെ ഡിസ്പ്ലേസ്മെന്റ് മൂവ് ആയിരിക്കണം ഫെയിൽ ആവുന്ന സമയത്തും നമുക്ക് കിട്ടേണ്ടത്. അങ്ങനെയാണ് എങ്കിൽ നമ്മൾ ഈ ഒരു ഓർഡർ ബ്ലോക്ക് എക്സ്റ്റെൻഡ് ചെയ്താൽ അത് ആക്ച്വലി എന്തായിട്ട് മാറും, ഒരു ബ്രേക്കർ ബ്ലോക്ക് ആവും. ഓക്കെ, അപ്പോൾ ബെയറിഷ് ആയിട്ടുള്ള ബ്രേക്കർ ബ്ലോക്ക് എന്ന് പറയുന്നത് ബുള്ളിഷ് ഓർഡർ ബ്ലോക്കിന്റെ ഡിസ്റെസ്പെക്റ്റഡ് നേച്ചർ ആണ്. അങ്ങനെ നമ്മളുടെ നെക്സ്റ്റ് PDR എന്ന് പറയുന്നത് റിജക്ഷൻ ബ്ലോക്ക് ആണ്. റിജക്ഷൻ ബ്ലോക്ക് സിംപ്ലി മീൻസ് താഴെ എഴുതിയ പോലെ ബിഗ് വിക്ക്. ഓക്കെ, റിജക്ഷൻ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്. നമ്മൾ എന്താണോ ഓർഡർ ബ്ലോക്കിൽ പറഞ്ഞത് അതിൻ്റെ സെയിം ലോജിക്ക് തന്നെ, പക്ഷെ നമ്മളിവിടെ കൺസിഡർ ആയിട്ട് എടുക്കുന്നത് എന്താണ്, ആ ലോങ് വിക്കിനെയാണ് നമ്മൾ ആ ഒരു ബ്ലോക്ക് ആക്കി എടുക്കുന്നത്. ആ ബ്ലോക്കിനെ പറയുന്ന പേരാണ് റിജക്ഷൻ ബ്ലോക്ക്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓർഡർ ബ്ലോക്കിൽ പറഞ്ഞതുപോലെ തന്നെ ലിക്വിഡിറ്റി സ്വീപ്പ്, ഡിസ്പ്ലേസ്മെന്റ് മൂവ് പ്ലസ് FEG, അതുപോലെ തന്നെ സ്ട്രക്ചർ ബ്രേക്ക് വിത്ത് ബോഡി ക്ലോസ് ബുള്ളിഷ് ഓർഡർ ബ്ലോക്ക്. ഓക്കെ, അതുപോലെ തന്നെ ലിക്വിഡിറ്റി സ്വീപ്പ്, അതുപോലെ തന്നെ ഡിസ്പ്ലേസ്മെന്റ് ടു ഡൗൺ സൈഡ് പ്ലസ് FEG, അതുപോലെ തന്നെ സ്ട്രക്ചർ ബ്രേക്ക് വിത്ത് ബോഡി ക്ലോസ്. ഓക്കെ, ഇതാണല്ലോ നമ്മൾ ഓർഡർ ബ്ലോക്കിൽ പറഞ്ഞത്. ഓർഡർ ബ്ലോക്ക് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ലാസ്റ്റ് ബെയറിഷ് കാൻഡിൽ ആണെങ്കിൽ നമ്മൾ റിജക്ഷൻ ബ്ലോക്ക് ആയിട്ട് എടുക്കുന്ന ഏതാണ്, ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്ത ഈ ലോങ് വിക്ക് ഉണ്ടല്ലോ, ആ ലോങ് വിക്കിനെയാണ് നമ്മൾ റിജക്ഷൻ ബ്ലോക്ക് ആയിട്ട് എടുക്കുന്നത്. അതാണ് നമ്മളുടെ ബുള്ളിഷ് ആയിട്ടുള്ള റിജക്ഷൻ ബ്ലോക്ക്. ബെയറിഷ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് നോക്കൂ നിങ്ങൾ, ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തത് ഈ വിക്കോട് കൂടിയിട്ടാണ്, ഈ ലോങ് വിക്കാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ലോങ് വിക്കിനെയാണ് നമ്മൾ റിജക്ഷൻ ബ്ലോക്ക് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, റിജക്ഷൻ ബ്ലോക്കിൽ വെരി ഇമ്പോർട്ടൻ്റ്ലി റിജക്ഷൻ ബ്ലോക്കിൽ ബോഡി, ക്യാൻഡിലിൻ്റെ ബോഡി ആക്ട് ആസ് എ ലിക്വിഡിറ്റി ആയിരിക്കും. ഓക്കെ, ക്യാൻഡിലിൻ്റെ ബോഡി എന്തായിട്ടായിരിക്കും, ക്ലോസിംഗ് ബോഡി അല്ലെങ്കിൽ ഓപ്പണിംഗ് ബോഡി എന്തായിരിക്കും, ലിക്വിഡിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യാം. പ്രൈസ് അത് ടേക്ക് ഔട്ട് ചെയ്യാനായിട്ട് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ റിജക്ഷൻ ബ്ലോക്ക് എന്ന് പറയുന്നതാണ് ലോങ് വിക്കോട് കൂടിയിട്ടാണ് നമുക്ക് ഓർഡർ ബ്ലോക്ക് ഫോർമേഷൻ കിട്ടുന്നതെങ്കിൽ അത് ഓർഡർ ബ്ലോക്ക് അല്ല, റിജക്ഷൻ ബ്ലോക്ക് ആണ്. ഓക്കെ, ഹയർ ടൈം ഫ്രെയിമിൽ നമുക്കൊരു റിജക്ഷൻ ബ്ലോക്ക് കിട്ടുകയാണെങ്കിൽ അത് ലോവർ ടൈം ഫ്രെയിമിൽ ഒരു ഓർഡർ ബ്ലോക്ക് ആയിരിക്കും. അതിൻ്റെ ഫാക്ച്വൽ നേച്ചർ എന്ന് പറയുന്നത് അങ്ങനെയാണ്. ഓക്കെ, ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 1 അവറുള്ള ഒരു റിജക്ഷൻ ബ്ലോക്ക് ആണ് കിട്ടിയെങ്കിൽ, ഓക്കെ, നിങ്ങൾക്ക് 15 മിനിറ്റ് മിഡിൽ ടൈം ഫ്രെയിമിൽ ചിലപ്പോൾ നിങ്ങൾക്ക് അതൊരു ഓർഡർ ബ്ലോക്ക് ആയിട്ടായിരിക്കും കിട്ടുന്നത്. ഇൻ കേസ് 15 മിനിറ്റിൽ നിങ്ങൾക്കൊരു റിജക്ഷൻ ബ്ലോക്ക് ആണ് കിട്ടുന്നതെങ്കിൽ, നിങ്ങൾക്കൊരു റിജക്ഷൻ ബ്ലോക്ക് ലോവർ മിഡിൽ ടൈം ഫ്രെയിം ആയിട്ടുള്ള 15 മിനിറ്റിൽ കിട്ടുകയാണെങ്കിൽ 5 മിനിറ്റ് ലോവർ ടൈം ഫ്രെയിമിൽ നിങ്ങൾക്ക് അതൊരു ഓർഡർ ബ്ലോക്ക് ആയിട്ടായിരിക്കും കിട്ടുന്നത്. ദാറ്റ് മീൻസ് അതിനാണ് ഫാക്ച്വൽ നേച്ചർ എന്ന് പറയുന്നത് അങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ റിജക്ഷൻ ബ്ലോക്ക് എന്ന് പറയുന്നത് നമ്മൾ ആ ബിഗ് വിക്ക്, ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്ത ബിഗ് വിക്ക് ആണെന്നുണ്ടെങ്കിൽ ആ വിക്കിനെയാണ് നമ്മൾ എന്താണ് ഒരു റിജക്ഷൻ ബ്ലോക്ക് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു എക്സാമ്പിളിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ്, ഇവിടെ നമ്മൾ പറഞ്ഞ പോലെ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്ത് ഡിസ്പ്ലേസ്മെന്റ് മൂവോട് കൂടിയിട്ട് പ്രൈസ് മുകളിലേക്ക് പോയിട്ടുണ്ട്, പ്ലസ് FEG കൂടിയുണ്ട്, അതിനുശേഷം എന്താണ് സ്ട്രക്ചർ ബ്രേക്ക് വിത്ത് ബോഡി ക്ലോസ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്ത ഈ ഒരു ക്യാൻഡിലിന്റെ വിക്കിനെ നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യുന്നു, ഒരു റിജക്ഷൻ ബ്ലോക്ക് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. ഇതിനൊരു ഓർഡർ ബ്ലോക്ക് ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നോക്കൂ നിങ്ങൾ, റൈറ്റ് ഹിയർ നമ്മളുടെ ഓർഡർ ബ്ലോക്കിന്റെ സോൺ എന്ന് പറയുന്നത് റൈറ്റ് ഹിയർ. ഇതൊരിക്കലും
ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഓർഡർ ബ്ലോക്ക് അല്ല. ബിക്കോസ് ഓഫ് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഓർഡർ ബ്ലോക്കിന്റെ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് സോളിഡ് റിസ്ക് റിവാർഡ് റേഷ്യോ തന്നെയാണ്. ഇത് ഒരിക്കലും എന്താണ് ഒരു പ്രോപ്പർ റിസ്ക് നേച്ചർ അറ്റൈൻ ചെയ്യുന്നതല്ല. അപ്പോൾ നമ്മളിവിടെ നോക്കുന്നത് എന്താണ്, നമ്മളിവിടെ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്ത ഈ ഒരു ബിഗ് വിക്ക് കണ്ടാൽ നിങ്ങൾ ഈ ബിഗ് വിക്ക് എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, റിജക്ഷൻ ബ്ലോക്ക് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, അതുപോലെ തന്നെയാണ് ബെയറിഷ് ആയിട്ടും എങ്ങനെയാണ് പ്രൈസ് എന്ത് ചെയ്യുന്നു, ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്ത് ആ മൂവിൽ നമ്മളുടെ ഇവിടെ കാണുന്ന ഈ ഒരു ബിഗ് വിക്ക്, ഓക്കെ, ഇപ്പം ഇങ്ങനെയാണ് കിട്ടുന്നതെങ്കിൽ ആ ബിഗ് വിക്കിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു റിജക്ഷൻ ബ്ലോക്ക് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. റിജക്ഷൻ ബ്ലോക്കിലേക്ക് എൻട്രി, നെക്സ്റ്റ് എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി ടാർഗറ്റ്. അങ്ങനെ നമ്മളുടെ നെക്സ്റ്റ് 5ാമത് PDR എന്ന് പറയുന്നത് ഫെയർ വാല്യൂ ഗ്യാപ്പ് ആണ്. അതായത് ഇവിടെ എഴുതിയതുപോലെ ഇംബാലൻസ്. ഓക്കെ, പ്രൈസ് എപ്പോഴും എങ്ങനെയായിരിക്കും, ബാലൻസ് ആയി പോകുന്ന മാർക്കറ്റിൽ ചിലപ്പോൾ ഇംബാലൻസ് ക്രിയേറ്റ് ആവും. ഓക്കെ, ആ ഇംബാലൻസ് റീബാലൻസ് ചെയ്യാനായിട്ട് പ്രൈസ് താഴേക്ക് വരും. അത് റീബാലൻസ് ചെയ്ത് നെക്സ്റ്റ് പോകുന്ന ആ ഒരു മൂവിൽ ചിലപ്പോൾ വീണ്ടും ഇംബാലൻസ് ക്രിയേറ്റ് ആവും. അങ്ങനെ ബാലൻസും ഇംബാലൻസുമായിട്ടാണ് മാർക്കറ്റിൽ പ്രൈസ് മൂവ് ചെയ്യുന്നത്. ഓക്കെ, ഇംബാലൻസ് ആയിട്ടും പ്രൈസ് മൂവ് ചെയ്യുകയാണെങ്കിൽ ക്യാൻഡിൽസ് തമ്മിൽ എന്തായിരിക്കും, ടച്ച്ഡ് ആയിട്ടായിരിക്കും. ഇംബാലൻസ് ആവുന്ന സമയത്ത് എന്തായിരിക്കും, മാർക്കറ്റിൽ ക്യാൻഡിൽസിൻ്റെ ഇടയിലായിട്ട് ഗ്യാപ്പുകൾ ഫോം ചെയ്യും. ഓക്കെ, അങ്ങനെ ക്യാൻഡിൽസിൻ്റെ ഇടയിൽ ഗ്യാപ്പ് ഫോം ചെയ്യുന്നതിനെയാണ് നമ്മൾ ഫെയർ വാല്യൂ ഗ്യാപ്പ് അല്ലെങ്കിൽ ഇംബാലൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ്, നമുക്ക് ഈ ലെഫ്റ്റ് സൈഡിൽ നമുക്കൊരു ബുള്ളിഷ് എഫീജിയും റൈറ്റ് സൈഡിൽ നമുക്കൊരു ബെയറിഷ് എഫീജിയും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, താഴെയുള്ള ഈ ഒരു ഡിസ്ക്രിപ്ഷൻ വായിച്ച് നോക്കിയിട്ട് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാം. ഓക്കെ, ഇവിടെ എഴുതി നോക്കും നിങ്ങൾ, എ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഈസ് എ 3 candle പ്രൈസ് ഇംബാലൻസ്ഡ് കോസ്ഡ് ബൈ സ്ട്രോങ് ബൈയിങ് ഓർ സെല്ലിംഗ് പ്രഷർ. ഓക്കെ, അപ്പോൾ എന്താണ് ഇവിടെ പറഞ്ഞു വരുന്നത്, ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്ന് പറയുന്ന ഒരു 3 candlestick പാറ്റേൺ ആണ്. സ്ട്രോങ് ബൈയിങ്ങും സെല്ലിങ്ങും ആയിട്ടുള്ള പ്രഷർ മൂലമാണ് ആക്ച്വലി ഇതുപോലെ ഇംബാലൻസ് ഇവിടെ ക്രിയേറ്റ് ആവുന്നത്. ഇറ്റ് ഫോംസ് വെൻ ദ മിഡിൽ ക്യാൻഡിൽസ് ബോഡി മൂവ് സോ ഫാസ്റ്റ്. ഓക്കെ, ഫസ്റ്റ് ക്യാൻഡിൽ എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിംഗ് ക്യാൻഡിൽ, സെക്കൻഡ് ക്യാൻഡിൽ എന്ന് പറഞ്ഞാൽ എക്സ്പാൻഷൻ ക്യാൻഡിൽ, തേർഡ് ക്യാൻഡിൽ എന്ന് പറയുന്നത് കൺഫോമിംഗ് ക്യാൻഡിൽ. ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ സ്റ്റാർട്ടിംഗ് ക്യാൻഡിൽ, എക്സ്പാൻഷൻ ക്യാൻഡിൽ, കൺഫോമിംഗ് ക്യാൻഡിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്നുകൂടി വായിച്ചു നോക്കാം. ഇറ്റ് ഫോംസ് വെൻ ദ മിഡിൽ ക്യാൻഡിൽസ് ബോഡി മൂവ് so fast then the range does not overlap with the first and third candles week. അതായത് മിഡിൽ ക്യാൻഡിൽ അല്ലെങ്കിൽ സെക്കൻഡ് ക്യാൻഡിൽ നമ്മൾ എക്സ്പാൻഷൻ ക്യാൻഡിൽ എന്നാണ് പറയുന്നത്. ഈ എക്സ്പാൻഷൻ കാരണം ഫസ്റ്റ് ക്യാൻഡിലും തേർഡ് ക്യാൻഡിലും തമ്മിൽ ഒരു മിറ്റിഗേഷൻ നടക്കാതെ ഇവിടെ ഒരു ഗ്യാപ്പ് ഫോം ചെയ്യുന്നതാണ് ആക്ച്വലി ഒരു ഇംബാലൻസ് അല്ലെങ്കിൽ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ലോജിക് നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ്, ദിസ് ഗ്യാപ്പ് ഷോസ് ഇൻഎഫിഷ്യൻറ്റ് പ്രൈസിങ്, നോട്ട് ഓൾ ഓർഡേഴ്സ് ഗോട്ട് ഫിൽഡ്. ഓക്കെ, ഇവിടെ എന്താണ്, ഇവിടെ ഇതുപോലൊരു FEG ക്രിയേറ്റ് ആവുമെന്ന് പറയുമ്പോൾ മാസീവ് ആയിട്ടുള്ള ഒരു എക്സിക്യൂഷൻ ഇവിടെ നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ മാസീവ് ആയിട്ടുള്ള ഒരു ബൈയിങ് എക്സിക്യൂഷൻ ഇവിടെ നടന്നിട്ടുണ്ട്. ഓക്കെ, പ്രൈസ് എന്ത് ചെയ്യും, അവിടെ നടന്നിട്ടുള്ള ആ ഒരു പ്രൈസ് റീബാലൻസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നെക്സ്റ്റ് പ്രൈസ് ഓർഡർ ടേക്ക് ഔട്ട് ചെയ്യാനായിട്ട് ആ ഒരു ഏരിയയിലേക്കായിട്ട് പ്രൈസ് വരും. അത് ഫില്ല് ചെയ്തിട്ട് പ്രൈസ് മുകളിലേക്ക് പോകുന്നതാണ് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ എന്താണ്, ഇവിടെ നമ്മൾ പറഞ്ഞ പോലെ ബെയറിഷ് ആയിട്ടുള്ള FEGയിൽ നോക്കുകയാണെങ്കിൽ എന്താണ്, ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് ക്യാൻഡിൽ, സെക്കൻഡ് എക്സ്പാൻഷൻ ക്യാൻഡിൽ, തേർഡ് എന്ന് പറയുന്നത് കൺഫോമിംഗ് ക്യാൻഡിൽ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്യാൻഡിൽ സെക്കൻഡ് ക്യാൻഡിൽ ഒരു എക്സ്പാൻഷൻ ക്യാൻഡിലിന് ശേഷം ഫസ്റ്റ് ക്യാൻഡിലും തേർഡ് ക്യാൻഡിലും തമ്മിലൊരു ഗ്യാപ്പ് വരുന്നു. ആ ഗ്യാപ്പ് എന്ന് പറയുന്നത് എന്താണ്, ഇവിടെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു സെല്ലിംഗ് പ്രഷർ കാരണമാണ്, അല്ലെങ്കിൽ ഒരു സെല്ലിംഗ് മൊമെൻറ്റം കാരണമാണ് ആക്ച്വലി എന്ത് വന്നിട്ടുള്ളത്, ഇവിടെ ഒരു ഗ്യാപ്പ് വന്നിട്ടുള്ളത്. പ്രൈസ് എന്ത് ചെയ്യും, ഈ ഒരു ഇംബാലൻസ് റീബാലൻസ് ചെയ്തിട്ടായിരിക്കും പ്രൈസ് താഴേക്ക് പോകാനുള്ള പോസിബിലിറ്റി ആസ് പെർ ഫെയർ വാല്യൂ ഗ്യാപ്പ് പ്രകാരം. ഓക്കെ, അപ്പോൾ നമ്മൾ റിലേറ്റീവ് ചാർട്ട് എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ എന്താണ്, അഗെയിൻ പ്രൈസ് എന്താണ്, ഇവിടെ ഒരു ബുള്ളിഷ് ആയിട്ടുള്ള ഒരു FEG ക്രിയേറ്റ് ചെയ്തു, അതെന്ത് ചെയ്തു, പ്രൈസ് ടേക്ക് ഔട്ട് ചെയ്തു. അതിനുശേഷം ആ ഒരു റീബാലൻസ് മൂവിൽ നോക്കൂ, പ്രൈസ് അഗെയിൻ ഇവിടെ എന്ത് ചെയ്തു, ഒരു ബുള്ളിഷ് ആയിട്ടുള്ള ഒരു FEG ക്രിയേറ്റ് ചെയ്തു, അതെന്ത് ചെയ്തു, റീബാലൻസ് ചെയ്ത് അഗെയിൻ സ്ട്രക്ചർ ബ്രേക്ക് ചെയ്തു മുകളിലേക്ക് പോകുന്ന സമയത്ത് അഗെയിൻ പ്രൈസ് എന്ത് ചെയ്യുന്നു, ഇവിടെ ഒരു FEG ക്രിയേറ്റ് ചെയ്യുന്നു. അതുപോലെ ഇവിടെയും പ്രൈസ് FEG ക്രിയേറ്റ് ചെയ്യുന്നു. അതിനുശേഷം എന്ത് ചെയ്തു, പ്രൈസ് ആ ഒരു ഇമ്പൾസീവ് മൂവിന് ശേഷം ആ കറക്റ്റീവ് മൂവിൽ ഈ FEG എല്ലാം ടേക്ക് ഔട്ട് ചെയ്തു. അതിനുശേഷം വീണ്ടും പ്രൈസ് സ്ട്രക്ചർ ബ്രേക്ക് മൂവ് മുകളിലേക്ക് നടത്തി. അതിലെന്താണ് അഗെയിൻ പ്രൈസ് എന്താണ്, ഇവിടെ വീണ്ടും ഒരു FEG ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അതിനെ വീണ്ടും എന്ത് ചെയ്തു, പ്രൈസ് കറക്റ്റ് ചെയ്തു, വീണ്ടും സ്ട്രക്ചർ ബ്രേക്ക് മൂവ്, പ്രൈസ് മുകളിലേക്ക് പോകുന്ന സമയത്ത് അഗെയിൻ എന്ത് ചെയ്തു, അഗെയിൻ ഇവിടെ ഒരു FEG വന്നിട്ടുണ്ട്. പ്രൈസ് ആ റീട്രേസ് മൂവിൽ അതും എന്ത് ചെയ്തിട്ടുണ്ട്, ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഒരു അപ്രണ്ടിങ് മാർക്കറ്റിൽ എങ്ങനെയാണ് പ്രൈസ് മുകളിലേക്ക് പോകുന്തോറും എന്താണ്, മാർക്കറ്റ് എപ്പോഴും ഒരു ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്യും. പ്രൈസ് അഗെയിൻ താഴേക്ക് വരുന്നത് എന്തിനായിരിക്കും, ആ ഇംബാലൻസ് മൂവ് റീബാലൻസ് ചെയ്യാനാണ് ആസ് പെർ ബുള്ളിഷ് എക്സാമ്പിൾ. ഓക്കെ, ബെയറിഷ് എക്സാമ്പിൾ രീതിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ്, ഇവിടെ നമുക്ക് എന്താണ്, ആ ഒരു ഡിസ്പ്ലേസ്മെന്റ് മൂവിൽ നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്, ദർ ഈസ് എ ബെയറിഷ് ആയിട്ടുള്ള ഒരു FEG. ഓക്കെ, ആ ബെയറിഷ് ആയിട്ടുള്ള FEG ആ റീട്രേസ്മെന്റിൽ ഫില്ല് ചെയ്ത് അഗെയിൻ പ്രൈസിന്റെ ആ ഒരു താഴേക്കുള്ള മൂവിൽ അഗെയിൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെയൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, FEGs ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, തിരിച്ച് പ്രൈസ് എന്ത് ചെയ്തു, എല്ലാം റീബാലൻസ് ചെയ്ത് നെക്സ്റ്റ് പ്രൈസ് മൂവ് താഴേക്കായിട്ട് വന്നിട്ടുണ്ട്. ആ മൂവിലും അഗെയിൻ എന്താണ്, ഇംബാലൻസ് വന്നിട്ടുണ്ട്. അത് റീബാലൻസ് ചെയ്തിട്ട് അഗെയിൻ പ്രൈസ് താഴേക്ക് പോകുന്ന സമയത്ത് എന്താണ്, ഒരു ഇംബാലൻസ് വന്നിട്ടുണ്ട്. ഇനി എന്തായിരിക്കും, ഇൻ കേസ് പ്രൈസ് എന്ത് ചെയ്യും, ഇതും ബാലൻസ് ചെയ്തിട്ട്
പ്രൈസ് താഴേക്ക് പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇംബാലൻസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്ന് പറയുന്നത് എന്താണ്? മാർക്കറ്റിൽ നടക്കുന്ന ഇൻഎഫിഷ്യൻസീസ് ആണ്. ഓക്കെ, പ്രൈസ് എപ്പോഴും എങ്ങനെയായിരിക്കും? മൂവ് ചെയ്യുമ്പോൾ എപ്പോഴും ഒരു ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്യും. അത് റീബാലൻസ് ചെയ്യാനായിട്ട് പ്രൈസ് വരും. നമ്മൾ ആ പോയിന്റ്സ് നോട്ട് ചെയ്യുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. അങ്ങനെ നമ്മളുടെ ആറാമതും ഏഴാമതുമായിട്ടുള്ള PDR എന്ന് പറയുന്നത് IFEG അല്ലെങ്കിൽ ഇൻവേർഷൻ FEG, അതുപോലെ തന്നെ BPR ആണ്. ഓക്കെ, അപ്പോൾ ഇനി 6ഉം 7ഉം ഞാൻ എന്താണ് ആറിലായിട്ട് രണ്ടും കമ്പൈൻ ചെയ്തുകൊണ്ടാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇൻവേർഷൻ FEGയും BPR അല്ലെങ്കിൽ BPRന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ബാലൻസ്ഡ് പ്രൈസ് റേഞ്ച് ആണ്. ഇത് രണ്ടും എന്താണ്? ഫെയിൽഡ് FEGs ആണ്. ഓക്കെ, നമ്മൾ പറഞ്ഞ പോലെ ഓർഡർ ബ്ലോക്ക് ഫെയിൽ ആവുന്ന സമയത്ത് നമുക്ക് ബ്രേക്കർ ബ്ലോക്ക് ഫോം ആവും. പക്ഷെ ബ്രേക്കർ ബ്ലോക്ക് ഫോം ആവുന്നത് എങ്ങനെയാവണം? ആ ഓർഡർ ബ്ലോക്ക് ഡിസ്റെസ്പെക്റ്റ് ചെയ്യുന്നതിൻ്റെ നേച്ചർ അനുസരിച്ചിരിക്കും അത് ബ്രേക്കർ ബ്ലോക്ക് ആവുമോ എന്നുള്ളത്. അതായത് ഒരു ഓർഡർ ബ്ലോക്കിൽ നമ്മളെന്താണ് ലിക്വിഡിറ്റി സ്വീപ്പിന് ശേഷം ഡിസ്പ്ലേസ്മെൻറ്റ് മൂവ് മുകളിലേക്ക് വേണം. അതുപോലെ തന്നെ അതൊരു ബ്രേക്കർ ബ്ലോക്ക് ആയിട്ട് ഫോം ആവണമെങ്കിൽ ആ ഓർഡർ ബ്ലോക്ക് ഫെയിൽ ആവുന്ന ഏരിയയിലും ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് മൂവ് വരണം. പലരും നോട്ട് ചെയ്യാത്ത കാര്യം എന്ന് പറയുന്നത് അതാണ്. നിങ്ങൾ നോട്ട് ചെയ്ത് തുടങ്ങുക. ഓക്കെ, അപ്പോൾ ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞതുപോലെ FEG എന്ന് പറയുന്നത് നമ്മൾ തൊട്ടടുത്ത സ്ലൈഡിൽ അല്ലെങ്കിൽ കഴിഞ്ഞ സ്ലൈഡിൽ പറഞ്ഞതുപോലെ തന്നെ മാർക്കറ്റിൽ വരുന്ന ഇംബാലൻസുകളാണ്. ഓക്കെ, ആ ഇംബാലൻസ് റീബാലൻസ് ചെയ്തിട്ട് പ്രൈസ് എന്ത് ചെയ്യണം? നമ്മൾ റിവേഴ്സ് ആവണം. അതാണ് ആസ് പെർ FEG തിയറി പ്രകാരം. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഈ FEG ഫെയിൽ ആവുമ്പോഴാണ് അല്ലെങ്കിൽ FEG ഡിസ്റെസ്പെക്റ്റ് ആവുന്ന സമയത്താണ് ഇവിടെ ഇൻവേർഷൻ FEGയും BPRും ഓൾമോസ്റ്റ് ക്രിയേറ്റ് ആവുന്നത്. ഓക്കെ, അപ്പം രണ്ട് രീതിയിൽ ഡിസ്റെസ്പെക്റ്റ് ആവാം. ഓക്കെ, ഡിസ്റെസ്പെക്റ്റ് രണ്ട് രീതിയിലാവാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇവിടെ നോക്കുകയാണെങ്കിൽ എന്താണ്? ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ബുള്ളിഷ് ആയിട്ടുള്ള ഒരു FEG കിട്ടിയിട്ടുണ്ട്. ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് ക്യാൻഡിൽ, രണ്ടാമത്തെ എക്സ്പാൻഷൻ ക്യാൻഡിൽ, തേർഡ് കൺഫേമിംഗ് ക്യാൻഡിൽ. നമുക്ക് എന്താണ്? ഇവിടെ ഒരു FEG കിട്ടി. ഓക്കെ, ഈ ഒരു FEG ഒരു ഇൻവേർഷൻ FEG ആയിട്ട് മാറുന്നത് എപ്പോഴെങ്ങനെയാണ്? ഈ FEG ഫെയിൽ ആകുന്നു. പക്ഷെ ഫെയിൽ ആവുന്നത് എങ്ങനെയാണ്? ഒരു സ്ട്രോങ് മൂവോട് കൂടിയിട്ടാണോ? അല്ല, ചെറിയ രീതിയിൽ വിക്ക് വെച്ച് എന്ത് ചെയ്യുന്നു? അത് ഫെയിൽ ആവുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ സപ്പോർട്ട് ബിക്കം റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് പോലെ എന്താണ്? ഡിമാൻഡ് ബിക്കംസ് സപ്ലൈ എന്ന് പറയുന്നത് പോലെ ഈ ഒരു ഈ ഒരു ബുള്ളിഷ് ആയിട്ടുള്ള ഒരു FEG അത് ബെയറിഷ് ആയിട്ട് കൺവേർട്ട് ആവും. അങ്ങനെ ബുള്ളിഷ് ആയിട്ടുള്ള FEG ബെയറിഷ് ആയിട്ട് കൺവേർട്ട് ആവുന്നതിനെയാണ് നമ്മൾ ഇൻവേർഷൻ FEG അല്ലെങ്കിൽ ബെയറിഷ് ഇൻവേർഷൻ FEG എന്ന് പറയുന്നത്. സിംപ്ലി മനസ്സിലായല്ലോ. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു ബുള്ളിഷ് ആയിട്ടുള്ള ഒരു FEG, അതായത് സ്റ്റാർട്ടിംഗ് ക്യാൻഡിൽ, എക്സ്പാൻഷൻ ക്യാൻഡിൽ, കൺഫേമിംഗ് ക്യാൻഡിലോട് കൂടി നമുക്കൊരു സ്ട്രോങ് ആയിട്ട് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ബുള്ളിഷ് ആയിട്ടുള്ള ഒരു FEG കിട്ടിയിട്ടുണ്ട്. ഇതിനെ ബ്രേക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇതിനെ ഡിസ്റെസ്പെക്റ്റ് ചെയ്യുന്നത് സ്ട്രോങ് ഡിസ്പ്ലേസ്മെൻറ്റോട് കൂടിയാണെങ്കിൽ, ഓക്കെ, സ്ട്രോങ് ഡിസ്പ്ലേസ്മെൻറ്റോട് കൂടിയാണെങ്കിൽ ഇതൊരു BPR ആയിട്ട് കണക്ട് ആവും. BPR എന്ന് പറയുമ്പോൾ നമ്മളുടെ ഈ ഒരു ബൈ കർവിലും സെൽ കർവിലും നമുക്കെന്താണ്? FEGs ഓവർലാപ്പ് ചെയ്തു പോകുന്നുണ്ട്. ഓക്കെ, ഓവർലാപ്പ് ചെയ്തു പോകുന്നുണ്ട്. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ബൈ കർവിൽ നമുക്ക് എന്താണ്? ഒരു ബുള്ളിഷ് FEG കിട്ടിയിട്ടുണ്ട്. പക്ഷേ സെൽ കർവിൽ നമുക്ക് ബെയറിഷ് ആയിട്ടുള്ള FEG കിട്ടിയിട്ടില്ല. ഓക്കെ, ഇത് ഓവർലാപ്പും ചെയ്തു പോകുന്നില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ എന്താണ്? ഇതെന്ന് പറയുന്നത് ബുള്ളിഷ് FEG ഡിസ്റെസ്പെക്റ്റ് ആയാൽ ബെയറിഷ് ആയിട്ടുള്ള ഇൻവേർഷൻ FEG കിട്ടും. അതുപോലെ ബുള്ളിഷ് FEG ഡിസ്റെസ്പെക്റ്റ് ആവുന്നു. എങ്ങനെ ഡിസ്റെസ്പെക്റ്റ് ആവുന്നു? ഡിസ്പ്ലേസ്മെൻറ്റോടുകൂടി ഡിസ്റെസ്പെക്റ്റ് ആവുകയാണെങ്കിൽ നമുക്ക് BPR കിട്ടും. ഓക്കെ, ഞാൻ പറഞ്ഞത് ഒന്നുകൂടി പറയുകയാണ്. നമുക്ക് ഇവിടെ എന്താണ്? ഒരു ബൈ കർവിൽ നമുക്ക് എന്താണ്? ഒരു ബുള്ളിഷ് ആയിട്ടുള്ള ഒരു FEG കിട്ടി. അതിനെ പ്രൈസ് ഡിസ്റെസ്പെക്റ്റ് ചെയ്തു. ഓക്കെ, വിക്ക് വെച്ച് ഡിസ്റെസ്പെക്റ്റ് ചെയ്താൽ ഈ ബുള്ളിഷ് ആയിട്ടുള്ള FEG ഒരു ബെയറിഷ് ആയിട്ടുള്ള FEG ആയി മാറും. അതായത് ബെയറിഷ് ആയിട്ടുള്ള ഇൻവേർഷൻ FEG ആയിരിക്കും അത്. ഓക്കെ, ബെയറിഷ് ആയിട്ടുള്ള ഇൻവേർഷൻ FEG എന്നാണ് പറയുക. ബിക്കോസ് ഓഫ് ഈ സെൽ കർവിൽ നമുക്ക് ഇവിടെ FEG ഉണ്ടോ? ഇല്ല. പക്ഷേ ഈ ബുള്ളിഷ് FEG ഇതൊരു ബെയറിഷ് ഇൻവേർഷൻ FEG ആയിട്ട് മാറുന്നു. ഓക്കെ, പക്ഷേ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ്? ഇവിടെ ബൈ കർവിൽ നമുക്ക് എന്താണ്? ഒരു ബുള്ളിഷ് FEG കിട്ടിയിട്ടുണ്ട്. സെൽ കർവിൽ നമുക്ക് എന്താണ്? എഗെയിൻ ഒരു ബെയറിഷ് FEG കിട്ടിയിട്ടുണ്ട്. ഇതിൽ രണ്ട് FEG കൂടി ഓവർലാപ്പ് ചെയ്തു പോകുന്ന ഏരിയയാണ് നമ്മൾ ബാലൻസ്ഡ് പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത്. ഇൻവേർഷൻ FEG ആണെങ്കിലും മിറ്റിഗേറ്റ് ചെയ്ത് താഴേക്ക് പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. പക്ഷേ BPR ആയിരിക്കും കൂടുതൽ പ്രോബബിലിറ്റി ഉള്ളത്. ഓക്കെ, മിറ്റിഗേറ്റ് ചെയ്ത് അതിൻ്റെ ക്യാരക്ടർ കാണിക്കാൻ ഏറ്റവും കൂടുതൽ പ്രോബബിലിറ്റി കൂടുതൽ ബാലൻസ്ഡ് പ്രൈസ് റേഞ്ച് ആയിട്ടുള്ള BPR ആണ്. അപ്പം നിങ്ങൾ മനസ്സിലാക്കുക, നമ്മളിവിടെ എന്താണ്? നമ്മൾ ബെയറിഷ് സെനാരിയോ ആണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ബെയറിഷ് സെനാരിയോ പറയണമെങ്കിൽ ബുള്ളിഷ് ആയിട്ടുള്ള ഒരു കാര്യം ഫെയിൽ ആവണം. ഇൻവേർഷൻ്റെ കാര്യത്തിലായാലും BPRൻ്റെ കാര്യത്തിലാണെങ്കിലും. ഓക്കെ, ഇനി നമുക്ക് എന്താണ്? ഈ ഒരു രീതിയിൽ നോക്കുകയാണെങ്കിൽ എന്താണ്? നമുക്ക് സെൽ കർവിൽ, ഓക്കെ, നമ്മൾ സെൽ കർവിൽ നമുക്ക് എന്താണ്? ഒരു ബെയറിഷ് ആയിട്ടുള്ള ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് കിട്ടിയിട്ടുണ്ട്. ഇത് ഡിസ്റെസ്പെക്റ്റ് ആയി പോയത് എങ്ങനെയാണ്? വിക്ക് വെച്ച് അതായത് സെൽ കർവിന് ശേഷം ബൈ കർവിൽ നമുക്ക് ഇവിടെ എന്താണ്? ഒരു FEG ഫോം ആയിട്ടില്ല.
പകരം ഈ ബെയറിഷ് ആയിട്ടുള്ള എഫ് ഇ ജി എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ട് നമുക്കിവിടെ ബുള്ളിഷ് ആയിട്ടുള്ള ഒരു ഇൻവേർഷൻ എഫ് ഇ ജി ആയിട്ട് കൺസിഡർ ചെയ്യാം. അതായത് ഇവിടെ നോക്ക് നിങ്ങൾ, ബെയറിഷ് എഫ് ഇ ജി ഡിസ്റെസ്പെക്റ്റഡ്, അത് ഒരു ബുള്ളിഷ് ആയിട്ടുള്ള ഇൻവേർഷൻ എഫ് ഇ ജി ആയിട്ട് മാറി. അതുപോലെ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ്, സെൽ കർവിൽ നമുക്ക് എഗെയിൻ നമുക്ക് ഇവിടെ ഒരു എഫ് ഇ ജി കിട്ടിയിട്ടുണ്ട്. ഫസ്റ്റ് ക്യാൻഡിൽ എന്ന് പറയുന്നത് സ്റ്റാർട്ടിംഗ് ക്യാൻഡിൽ, സെക്കൻഡ് കാരണം എക്സ്പാൻഷൻ ക്യാൻഡിൽ, തേർഡ് എന്ന് പറയുന്നത് കൺഫേമിംഗ് ക്യാൻഡിൽ. നമുക്കിവിടെ ഒരു ബെയറിഷ് എഫ് ഇ ജി കിട്ടിയിട്ടുണ്ട്. ഈ ബെയറിഷ് എഫ് ഇ ജിനെ ബൈ കർവിൽ, അതായത് ഈ എഫ് ഇ ജിനെ ഡിസ്റെസ്പെക്ട് ചെയ്തത് ഡിസ്പ്ലേസ്മെന്റ് മൂവോട് കൂടിയാണ് ബൈ കർവിലും നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്, ദർ ഈസ് എഫ് ഇ ജി. അപ്പം സെൽ കർവിലും നമുക്ക് എഫ് ഇ ജി കിട്ടിയിട്ടുണ്ട്, ബൈ കർവിലും നമുക്ക് എഫ് ഇ ജി കിട്ടിയിട്ടുണ്ട്. ഈ രണ്ട് എഫ് ഇ ജിയും ഓവർലാപ്പ് ചെയ്തു പോകുന്ന ഈ ഒരു ഏരിയ ആണ് ബാലൻസ്ഡ് പ്രൈസ് റേഞ്ച് എന്ന് പറഞ്ഞാൽ. പ്രൈസ് എഗെയിൻ എന്താണ്, ഈ ഒരു ബാലൻസ്ഡ് പ്രൈസ് റേഞ്ചിൽ വന്നിട്ട് എഗെയിൻ പ്രൈസ് മുകളിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ, അതാണ് ബെയറിഷ് എഫ് ഇ ജി ഡിസ്റെസ്പെക്റ്റഡ്. എങ്ങനെയാണ്, ഡിസ്പ്ലേസ്മെന്റോട് കൂടി അല്ലെങ്കിൽ എനർജറ്റിക് മൂവോട് കൂടി അല്ലെങ്കിൽ സ്ട്രോങ് മൂവോട് കൂടി ഡിസ്റെസ്പെക്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ എന്താണ്, ബെയറിഷ് ആയിട്ടുള്ള ഒരു ബുള്ളിഷ് ആയിട്ടുള്ള ഒരു ബി പി ആർ വരും. ഓക്കെ, കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇനി നമുക്ക് റിലേറ്റീവ് ചാർട്ട് എക്സാമ്പിളിലൂടെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ്, ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് എന്താണ്, ഇവിടെ നമുക്കൊരു ബെയറിഷ് ആയിട്ടുള്ള ഒരു എഫ് ഇ ജി കിട്ടിയിട്ടുണ്ട്. അതിനെ ഡിസ്റെസ്പെക്ട് ചെയ്തത് എങ്ങനെയാണ്, ഇവിടെ നമുക്ക് സെൽ കർവിൽ, ഇവിടെ ഈ സെൽ കർവിൽ നമുക്കൊരു ബെയറിഷ് ആയിട്ടുള്ള എഫ് ഇ ജി കിട്ടിയിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഈ ഒരു ബൈ കർവിൽ നമുക്ക് എന്താണ്, നമുക്ക് എഫ് ഇ ജിസ് കിട്ടിയിട്ടില്ല. ഓക്കെ, ബൈ കർവിൽ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു എഫ് ഇ ജി കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ബെയറിഷ് ആയിട്ടുള്ള എഫ് ഇ ജി നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ട് ഒരു ബുള്ളിഷ് ആയിട്ടുള്ള ഇൻവേർഷൻ എഫ് ഇ ജി ആയിട്ട് കണക്ട് ചെയ്യാം. അതുപോലെ നോക്കൂ, ഈ ബൈ കർവിൽ നമുക്ക് എന്താണ്, ഒരു എഫ് ഇ ജി കിട്ടിയ, ഒരു പ്രോപ്പർ എഫ് ഇ ജി കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം താഴേക്ക് വരുന്ന രീതിയിൽ വിക്ക് വെച്ച് പ്രൈസ് എന്ത് ചെയ്യുന്നു, ഇതിനെ ഡിസ്റെസ്പെക്ട് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ബുള്ളിഷ് ആയിട്ടുള്ള എഫ് ഇ ജി ഡിസ്റെസ്പെക്ട് ചെയ്തും കൊണ്ട് നമ്മൾ ഇങ്ങോട്ട് വരയ്ക്കുകയാണെങ്കിൽ ഇത് ബെയറിഷ് ആയിട്ടുള്ള ഒരു ഇൻവേർഷൻ എഫ് ഇ ജി ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ്, ഇവിടെ നമുക്ക് ബി പി ആർ ആണ് പറയുന്നത്. ബി പി ആർ ആണ് നമ്മളിവിടെ പറയാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താ, മേജർ ആയിട്ടുള്ള ഹൈ ടേക്ക് ഔട്ട് ചെയ്തു, ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്ത് പ്രൈസ് താഴേക്ക് പോകുന്ന ഒരു ഏരിയയിൽ നമുക്ക് ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ദർ ഈസ് എ ബുള്ളിഷ് ആയിട്ടുള്ള ഒരു എഫ് ഇ ജി കിട്ടിയിട്ടുണ്ട്. അതായത് ബൈ കർവിൽ നമുക്കൊരു ബുള്ളിഷ് എഫ് ഇ ജി കിട്ടിയിട്ടുണ്ട്. അതുപോലെ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തിട്ട് പ്രൈസ് താഴേക്കുള്ള റീട്രേസ്മെന്റ്, അതായത് ആ സെൽ കർവിലും നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്, എഫ് ഇ ജി കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബൈ കർവിലും നമുക്ക് എഫ് ഇ ജി കിട്ടിയിട്ടുണ്ട്, സെൽ കർവിലും നമുക്ക് എഫ് ഇ ജി കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ രണ്ട് എഫ് ഇ ജി കൂടി ഓവർലാപ്പ് ചെയ്തു പോകുന്ന ഏരിയനെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ബി പി ആർ അല്ലെങ്കിൽ ബാലൻസ്ഡ് പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നു. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. പ്രൈസ് ആ ബാലൻസ്ഡ് പ്രൈസ് റേഞ്ച് മിറ്റിഗേറ്റ് ചെയ്തിട്ടായിരിക്കും നെക്സ്റ്റ് മൂവ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മൾ എന്താണ്, ബുള്ളിഷ് സെനാരിയോ കൂടി നോക്കുകയാണെങ്കിൽ എന്താണ്, ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ലെഗിൽ നമുക്ക് എന്താണ്, ഒരു ബുള്ളിഷ് ആയിട്ടുള്ള എഫ് ഇ ജി കിട്ടിയിട്ടുണ്ട്. അത് മിറ്റിഗേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് മിറ്റിഗേറ്റ് ചെയ്ത് മുകളിലേക്ക് പോകുന്ന ആ ഒരു ഏരിയയിൽ എന്താണ്, നമുക്ക് ഈ ഒരു സെൽ കർവിൽ നമുക്ക് ഇവിടെ ഒരു എഫ് ഇ ജി കിട്ടിയിട്ടുണ്ട്. അതുപോലെ മുകളിലേക്ക് പോകുന്ന ഈ ബൈ കർവിലും നമുക്ക് ഇവിടെ ഒരു എഫ് ഇ ജി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സെൽ കർവിൽ നമുക്കൊരു ബെയറിഷ് എഫ് ഇ ജിയും കിട്ടിയിട്ടുണ്ട്, ബൈ കർവിൽ നമുക്ക് ഇവിടെ ഒരു ബുള്ളിഷ് എഫ് ഇ ജിയും കിട്ടിയിട്ടുണ്ട്. രണ്ടിലും കൂടി കോമൺ ആയിട്ട് പോകുന്ന, അതായത് ഏത് എഫ് ഇ ജി ആണോ ചെറുത് അതായിരിക്കും ഇൻവേർഷൻ എഫ് ഇ ജി. ഓക്കെ, ഇവിടെ എന്താണ്, ഇവിടെ എഫ് ഇ ജി, ഇവിടെയും എഫ് ഇ ജി, രണ്ടും കൂടി ബാലൻസ്ഡ് ആയി പോകുന്ന ഈ ഒരു ഏരിയനെ നമ്മൾ എന്താണ്, ബി പി ആർ ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. ബാലൻസ്ഡ് പ്രൈസ് റേഞ്ച്, പ്രൈസ് എന്ത് ചെയ്യുന്നു, എഗെയിൻ ബി പി ആർ ടേക്ക് ഔട്ട് ചെയ്തുകൊണ്ട് നെക്സ്റ്റ് എക്സ്റ്റേണൽ റേഞ്ചിൽ ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്യാനുള്ള പോസിബിലിറ്റി ഇവിടെ വളരെയധികം കൂടുതലാണ്. അങ്ങനെ നമ്മൾ ഇനി ഇതെല്ലാം കൂടി കമ്പൈൻ ചെയ്ത് പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഞാനൊരു 7 ഇമ്പോർട്ടൻറ്റ് പി ഡി ആർ ഐസ് ആണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇനി നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പറയാനുണ്ട്, നമ്മൾ മിറ്റിഗേഷൻ ബ്ലോക്കിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ എന്താണ്, വോളിയം ഇംബാലൻസിനെ കുറിച്ച് പറയാനുണ്ട്. അങ്ങനെ ഒരുപാട് പി ഡി ആർ ഐസിനെ കുറിച്ച് ഇനിയും പറയാനുണ്ട്. ഓക്കെ, പക്ഷെ നമ്മൾ മേജർ ആയിട്ടുള്ള മാർക്കറ്റ് എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് കാണുന്ന വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പി ഡി ആർ ഐസിനെയാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനി നമ്മൾ കാര്യത്തിലേക്ക് കടക്കുകയാണെങ്കിൽ എന്താണ്, നിങ്ങൾ ഇവിടെ കാണുന്നത് എന്താണ്, ഇതൊരു സെൽ സെറ്റപ്പ് ആണ്. ഓക്കെ, സെൽ സെറ്റപ്പ് ആണ്. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്ത് ഒരു സ്ട്രക്ചർ ബ്രേക്ക് കിട്ടിക്കഴിയുന്ന സമയത്ത് നമുക്കൊരു സ്വിങ് ഹൈ കൺഫേം ആവുന്നു. അതിനുശേഷം ആ ഡിസ്പ്ലേസ്മെൻറ്റ് മൂവിൽ പ്രൈസ് താഴേക്ക് ഒരു ഡ്രോപ്പ് നടത്തുന്നു. ഓക്കെ, അതിനുശേഷം ലോവർ ടൈം ഫ്രെയിമിൽ നമുക്ക് ഇവിടെ ഒരു ഇന്റേണൽ സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടുന്ന സമയത്ത് ഒരു സ്വിങ് ലോ കിട്ടും. ഓക്കെ, അപ്പോഴാണ് ആക്ച്വലി നമുക്ക് ഇവിടെ ഒരു സ്വിങ് ഹൈയും ഇവിടെ ഒരു സ്വിങ് ലോ, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ഡീലിംഗ് റേഞ്ച് ഹൈയും ഡീലിംഗ് റേഞ്ച് ലോയും കിട്ടുന്നത്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മൾ ഡീലിംഗ് റേഞ്ച് ഹൈയിൽ നിന്ന് ഡീലിംഗ് റേഞ്ച് ലോയിലേക്ക് നമ്മൾ ഫിബ് ടൂൾ വരയ്ക്കുകയാണെങ്കിൽ നമുക്കതിൻ്റെ മിഡ് പോർഷൻ, അതായത് 0.5 എന്ന് പറയുന്നത് എന്താണ്, നമ്മളുടെ ഇക്വിലിബ്രിയം പോയിന്റ് ആണ്. അതിൻ്റെ മുകളിൽ നമുക്ക് 1ഉം അതുപോലെ 0യും, അതായത് 0 to 0.5 എന്ന് പറയുന്നത് ഡിസ്കൗണ്ടഡ് ഏരിയയും അതുപോലെ 0.5 to 1 എന്ന് പറയുന്നത് എന്താണ്, പ്രീമിയം എരയുമാണ്. ഓക്കെ, നമ്മളുടെ ആ ഒരു കൺവെൻഷൻ എന്ന് പറയുന്നത് എന്താണ്, ഒരു സെല്ലാണ് എന്നുണ്ടെങ്കിൽ നമ്മളുടെ
പ്രീമിയം ഏരിയ. അതായത് നമ്മൾ പ്രീമിയം ഏരിയ എന്ന് പറയുന്നത് ഇക്വിലിബ്രിയം ടു സ്വിങ് ഹൈ. ഇതാണ് നമ്മളുടെ PDRA, സോറി, നമ്മളുടെ പ്രീമിയം ഏരിയ എന്ന് പറയുന്നത്. ഈ പ്രീമിയം ഏരിയയിലുള്ള ICT ടൂൾസിൻ്റെ അറേഞ്ച്മെൻ്റ് ആണ് PDRA മാട്രിക്സ്. ആ PDRA മാട്രിക്സിൽ നമ്മളിപ്പോൾ പറഞ്ഞ ആ PDRAs എല്ലാം നോക്കൂ നിങ്ങളിവിടെ. നമുക്കിവിടെ ബെയറിഷ് ആയിട്ടുള്ള ഒരു ബ്രേക്കർ ബ്ലോക്ക് കാണാം, ബെയറിഷ് ആയിട്ടുള്ള ഒരു FEG കാണാം, ബെയറിഷ് ആയിട്ടുള്ള ഒരു ഓർഡർ ബ്ലോക്ക് കാണാം. ചിലപ്പം ഈ FEG എന്ന് പറയുന്നത് എന്താവാം, കുറച്ചുകൂടി ഇവിടേക്കായിട്ട് ഒരു ഇൻവേർഷൻ FEG ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു BPR ആയിരിക്കാം. ഇൻ കേസ് ഈ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്യുന്നത് ലോങ് വിക്കോട് കൂടിയിട്ടാണെങ്കിൽ നമുക്കിവിടെ എന്താണ്, ഒരു റിജക്ഷൻ ബ്ലോക്ക് ആവാം, എന്തുമാവാം. ഓക്കെ, പക്ഷെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടത് നമ്മളുടെ പ്രീമിയം ഏരിയയിൽ ഏത് PDRA ആണുള്ളത്, അല്ലെങ്കിൽ പ്രീമിയം ഏരിയയിലുള്ള PDRAs ആയിരിക്കണം നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ്, ഈ ഒരു ഹൈയിൽ നമുക്ക് ഇവിടെ ഒരു സോൺ ക്രിയേറ്റ് ആയി. ഓക്കെ, ഇത് ബെയറിഷ് ആയിട്ടുള്ളൊരു ഓർഡർ ബ്ലോക്ക് ആണെന്ന് പറയാം. ഓക്കെ, പക്ഷെ എന്താണ്, ആസ് പെർ പ്രീമിയം ആൻഡ് ഡിസ്കൗണ്ട് ഈ ഒരു ബെയറിഷ് ആയിട്ടുള്ള ഓർഡർ ബ്ലോക്ക് കിടക്കുന്നത് ഡിസ്കൗണ്ടിലാണ്. അതിപ്പോൾ അത് അവിടെ അത് മിറ്റിഗേറ്റ് ചെയ്ത് റിവേഴ്സൽ ആവാനുള്ള പോസിബിലിറ്റി എങ്ങനെയായിരിക്കും, കുറവായിരിക്കും. ബിക്കോസ് ഓഫ് ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് ആയിട്ട് നമ്മളുടെ കണ്ടീഷൻ മാച്ച് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ ഞാനിവിടെ പറഞ്ഞു വരുന്നതെന്ന് പറയുന്നത്, നമ്മൾ സെൽ എൻട്രി ആണ് എടുക്കുന്നതെങ്കിൽ നമ്മളുടെ ഡീലിംഗ് റേഞ്ചിൽ നമ്മളുടെ പ്രീമിയം ഏരിയയിൽ ഏതാണ് നമ്മളുടെ PDRAs ഉള്ളത് അതായിരിക്കണം നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടത്. ഓക്കെ, ബ്രേക്കർ ബ്ലോക്ക് ആണെന്നുണ്ടെങ്കിൽ നമ്മളുടെ എന്താണ്, ഒരു ഫെയിൽഡ് ഓർഡർ ബ്ലോക്ക് ആയിരിക്കും. നമ്മളുടെ എൻട്രി എന്ന് പറയുന്നത് റൈറ്റ് ഹിയർ ആയിരിക്കും, സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് റൈറ്റ് ഹിയർ ആയിരിക്കും. ഓക്കെ, പക്ഷെ നമ്മളുടെ ഓർഡർ ബ്ലോക്കിലാണ് നമ്മൾ എൻട്രി എടുക്കുന്നതെങ്കിൽ ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്നത് എക്സ്ട്രീം ക്യാൻഡിലായിരിക്കും, ലാസ്റ്റ് ബുള്ളിഷ് ക്യാൻഡിലായിരിക്കും. അതുകൊണ്ട് തന്നെ എന്തായാലും പ്രൈസ് ആ ഏരിയയിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ സ്വിംഗ് ഹൈയുടെ മുകളിലായിരിക്കും ചിലപ്പോൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ്. ഓക്കെ, ഇൻ കേസ് നമ്മൾ FEG എന്നാണ് എൻട്രി എടുക്കുന്നതെങ്കിൽ നമുക്ക് ക്യുക്കായിട്ട് എൻട്രി കിട്ടും, പക്ഷെ നമ്മളുടെ സ്റ്റോപ്പ് ലോസ് പോയിന്റ് എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. ഓക്കെ, അപ്പം നിങ്ങൾ ഏത് PDRA എന്നാണ് എൻട്രി എടുക്കുന്നത് എന്നല്ല കാര്യം, നിങ്ങൾ എടുക്കുന്ന PDRA നിങ്ങളുടെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് ആയിട്ട് മാച്ച് ആവണം. ബിക്കോസ് ഓഫ് നിങ്ങൾ ബെയറിഷ് ആയിട്ടുള്ള PDRA ആണ് എടുക്കുന്നതെങ്കിൽ ആ ബെയറിഷ് PDRA ലൊക്കേറ്റ് ചെയ്യേണ്ടത് പ്രീമിയം സോണിലായിരിക്കും, അല്ലെങ്കിൽ പ്രീമിയം സോണിലായിരിക്കണം. അപ്പോഴായിരിക്കണം ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് മാച്ചായി നമ്മുടെ പ്രോബബിലിറ്റി കൂടുന്നത്. ഇൻ കേസ് നിങ്ങൾ ഈ ഒരു പിക്ചറിലേക്ക് നോക്കുകയാണെങ്കിൽ എന്താ, നമുക്ക് ലിക്വിഡിറ്റി സ്വീപ്പ് കിട്ടി, പ്രൈസ് എന്ത് ഡിസ്പ്ലേസ്മെന്റ് മൂവ് ടു അപ്പ് സൈഡ്, നമുക്ക് എന്താണ് ഇവിടെ ഒരു സ്വിംഗ് ഹൈ കിട്ടുന്നു, അതിനുശേഷം പ്രൈസ് വീണ്ടും ഒരു ലോ ക്രിയേറ്റ് ചെയ്ത് ഹൈ ക്രിയേറ്റ് ചെയ്ത് മുകളിലേക്ക് പോകുന്നു. ഇന്റേണലി നമുക്ക് ഇവിടെ ഒരു സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടുന്ന സമയത്ത് ദർ ഈസ് എ സ്വിംഗ് ഹൈ, സോറി, ഇത് സ്വിംഗ് ഹൈ, ഇത് സ്വിംഗ് ലോ, ജസ്റ്റ് ഒന്ന് വായിക്കട്ടെ. ഓക്കെ, ഇത് സ്വിംഗ് ലോ. ഓക്കെ, അങ്ങനെ നമുക്ക് സ്വിംഗ് ലോ ടു സ്വിംഗ് ഹൈ, നമുക്ക് എന്താണ്, സ്വിംഗ് ലോ എന്ന് പറയുന്നത് ഡീലിംഗ് റേഞ്ച് ലോ, സ്വിംഗ് ഹൈ എന്ന് പറയുന്നത് ഡീലിംഗ് റേഞ്ച് ഹൈ. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുന്നു, സ്വിംഗ് ലോ ടു സ്വിംഗ് ഹൈ നമ്മൾ ഫിബ് പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ 50% എന്ന് പറയുന്നത് ഇക്വിലിബ്രിയം പോയിന്റ്. ഓക്കെ, സ്വിംഗ് ഹൈ ടു 0.5 എന്ന് പറയുന്ന ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് പ്രീമിയം ഏരിയയും 0.5 ടു 1 എന്ന് പറയുന്നത് ഡിസ്കൗണ്ടഡ് ഏരിയ ആണ്. നമുക്ക് ഇവിടെ ഒരു ബൈ സെറ്റപ്പ് ആണ് കിട്ടിയതെങ്കിൽ നമ്മൾ നോക്കേണ്ട PDRAs എന്ന് പറയുന്നത് അത് എപ്പോഴും ലൊക്കേറ്റ് ചെയ്യേണ്ടത് എപ്പോഴും എവിടെയാണ്, ഡിസ്കൗണ്ടഡ് സോണിലാണ്, അതായത് 0.5 താഴെയുള്ളത്. ഇവിടെ നോക്കുകയാണെങ്കിൽ എന്താണ്, നമുക്ക് ബുള്ളിഷ് ആയിട്ടുള്ള ഒരു ഓർഡർ ബ്ലോക്ക് കിട്ടിയിട്ടുണ്ട്, ബുള്ളിഷ് ആയിട്ടുള്ള ഒരു FEG കിട്ടിയിട്ടുണ്ട്, ചിലപ്പോൾ ഇത് ബുള്ളിഷ് ആയിട്ടുള്ള ഒരു BPR ആയിരിക്കാം. നമുക്ക് ഇവിടെ എന്താണ്, ഒരു ബുള്ളിഷ് ആയിട്ടുള്ള ബ്രേക്കർ ബ്ലോക്ക് കിട്ടിയിട്ടുണ്ട്. ഇൻ കേസ് ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തത് ലോങ് വിക്കോട് കൂടിയാണെന്നുണ്ടെങ്കിൽ, റിജക്ഷൻ ബ്ലോക്ക് വരച്ച് മാറിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ലോങ് വിക്കോട് കൂടിയിട്ടാണ് നമുക്ക് ലിക്വിഡിറ്റി സ്വീപ്പ് കിട്ടിയെങ്കിൽ നമുക്ക് എന്താണ്, ഇത് റിജക്ഷൻ ബ്ലോക്ക് ആയിരിക്കാം. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ PDRA മാട്രിക്സ് എന്ന് പറയുന്നത് ICT ടൂളിൻ്റെ ഒരു അറേഞ്ച്മെൻ്റ് ആണ്. ആ ടൂൾ നമ്മളുടെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് ആയിട്ട് മാച്ച് ആവണം. നിങ്ങൾ ബൈ സെറ്റപ്പ് ആണ് നോക്കുന്നതെങ്കിൽ നിങ്ങളുടെ PDRA എപ്പോഴും ഡിസ്കൗണ്ടിലായിരിക്കണം വരേണ്ടത്. ആ ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് നമ്മളിപ്പം ഡിസ്കസ് ചെയ്ത പല PDRAs നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം. ഇൻ കേസ് നിങ്ങൾ സെല്ലാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ PDRAs ലൊക്കേറ്റ് ചെയ്യേണ്ടത് എപ്പോഴും എവിടെയാണ്, പ്രീമിയത്തിലായിരിക്കും, പക്ഷെ നമ്മളത് ഐഡൻറ്റിഫൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ PDRA കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ഒന്നും പറയാനില്ല, നമ്മൾ ഷോർട്ടായിട്ട് ചെറിയ രീതിയിലെ കാര്യങ്ങൾ പറഞ്ഞു. അറ്റ് ലാസ്റ്റ് നമ്മൾ കൺക്ലൂഷൻ പാർട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ കൂടുതൽ കാര്യങ്ങളൊന്നും തന്നെ പറയാനില്ല. താങ്ക്സ് ഫോർ വാച്ചിങ്.